എല്ലാവർക്കും നമസ്കാരം. മതം വിട്ട പെണ്ണുങ്ങൾ ഇനി സംസാരിക്കട്ടെ എന്ന ഈ പരിപാടിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് വളരെ കഷ്ടപ്പെട്ട് മറ്റൊരു വനിതയെ നമ്മൾ തപ്പി കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് മുഖം കാണിച്ച് സംസാരിക്കാനുള്ള ചില തടസ്സങ്ങളുള്ളതുകൊണ്ട് ഇന്ന് ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് പറയുന്നതിലെ കാര്യങ്ങളാണ് കൂടുതൽ അറിയേണ്ടത് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് നേരെ കിടക്കാം. അപ്പോൾ സ്വാഗതം. Hi, thank you. Thank you for inviting me. യെസ്. അപ്പോൾ എന്താ വിശേഷമൊക്കെ? സുഖം? സുഖം. മുഖം കാണിക്കണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. മുഖം കാണിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ that's very evident. ഉം. Why? You know? എന്താണ് അതിന്റെ കാരണം തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അത് നമ്മുടെ ലൈവ്ലിഹുഡ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാരണമാണ്. ലൈക്ക് ഇസ്ലാം ഡെഫിനറ്റ്ലി ഉം. മുഖം കാണിച്ച വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുള്ള വീഡിയോ കാരണം ഓക്കെ. അത് കാരണമാണ്. നിലവിൽ അവർക്ക് വല്ല സൂചനയുണ്ടോ അതോ എങ്ങനെയാണ് അത് ഈ മതം ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ അറിയുന്നത്? അവർക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉം. പക്ഷെ ഇടക്കും തലക്കും നമ്മൾ ഒരു കൺവെർസേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നബിയുടെ ഭാര്യമാരുടെ അല്ലെങ്കിൽ എന്റെ ഉമ്മ സ്വർഗത്തിൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും, അവിടെ എന്ത് തേങ്ങാനുള്ളത്? അവിടെ 72 ഹൂറിമാരെ ഉമ്മക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉം. സോ ഐ തിങ്ക് പെണ്ണുങ്ങൾക്ക് കൂടുതലും നരകം ഒഴിവാക്കണം എന്നുള്ള ഉം. ഒരു റാഷണലാണ് അവർക്ക് സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും. ഓക്കെ. ആണുങ്ങൾക്ക് കൂടുതലും സ്വർഗത്തിൽ പോകണം എന്നുള്ള റാഷണലാണ് നരകം ഒഴിവാക്കണ അപ്പാർട്ട് ഫ്രം ദാറ്റ്. ഓക്കെ. അതൊരു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ആ സംഗതിയിൽ കൊണ്ടുവരുന്നതായിട്ട് കേൾക്കുന്നത്. അതെന്താണ് അങ്ങനെ ഒരു 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 ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരാൻ കാരണം? അതിനെക്കുറിച്ച് ഒന്ന് പറയാം. കാരണം നമ്മൾ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ സംസാരിക്കുമ്പോൾ 5 നേരം നിസ്കരിക്കും, നോമ്പെടുക്കും, അവരത് ചെയ്യുന്നത് എന്തിനായിരിക്കും? കാരണം ഖുറാനിൽ പറയുന്നത് അതൊരു മേൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പം ഈ 72 ഹൂരിമാർ അല്ലെങ്കിൽ മദ്യപ്പുഴ. സോ എന്തായാലും നമ്മുടെ നാട്ടിലെ ഗേൾസിന് മദ്യപ്പുഴയിലൊന്നും അല്ലെങ്കിൽ ലഹരി ഇല്ല അതില്. അപ്പൊ മദ്യപ്പുഴയിലും 72 ഹൂരിമാരിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവർക്ക് മെയിൻ ആയിട്ട് പിന്നെ അവർക്ക് ഇത് നരകത്തിൽ നിന്ന് ഒഴിവാവുക, ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നരകം തീ അതൊന്നും വലിയ പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്ക് ആ 72 ഹൂരിമാര് കിട്ടണം, ആ മദ്യപ്പുഴ ഒന്ന് കിട്ടണം, അങ്ങനെ ആ സ്വർഗം ഒരു ഒരു ആ ഗേൾസിനെ എപ്പോഴും അവോയ്ഡന്റ് ആയിട്ടും ബോയ്സിന് ആ ഒരു അപ്രോച്ചിങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണോ ഈ സ്ത്രീകൾ പലപ്പോഴും ഇതിന് വല്ലാതെ ഓവറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ ഈ മതം ഉപേക്ഷിക്കുന്ന കാര്യം വരുമ്പോൾ പോലും? ഡിഫൻസ് എന്ന് വെച്ചാൽ എന്തിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഉദ്ദേശിച്ചത്? മതത്തിനെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ. അതെ, അത് KFC ശരിക്കും പറഞ്ഞ അല്ല, കോഴികൾ KFCനെ ഡിഫെൻഡ് ചെയ്യുന്ന പോലെയാണ് സ്ത്രീകള് മതത്തിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവര് ഡിഫെൻഡ് ചെയ്യാൻ എന്താ കാരണം എന്ന് മെയിൻ ആയിട്ടും അവർ ഇത്രയും കാലം ഇങ്ങനെ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സെൻസ് ഓഫ് സെൽഫ് ഒക്കെ ഉള്ളിലൊതുക്കി ഇങ്ങനെ ജീവിച്ച് ഒരു 10-50 വയസ്സ് വരെ ഇത്രയും കാലം ഇങ്ങനെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ജീവിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ ജീവിക്കുന്ന കാണുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ജനറേഷൻ അവരിങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ അതുപോലെ ഇങ്ങനെ വോയിസ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ലേ, അതെപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ അവരുടെ വിശ്വാസത്തെ അതിനി കളയണ്ട, ഇനി അതെങ്കിൽ അത് എന്ന് പറഞ്ഞിരിക്കുന്നതാണോ അപ്പൊ പലപ്പോഴും? അതെ. പിന്നെ ഇപ്പോഴും നമ്മള് സമൂഹത്തിൽ എന്ത് തിന്മ എടുത്ത് നോക്കിയാലും ഇപ്പോ സ്വവർഗരീതി എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഇസ്ലാം ഇല്ലാത്തതുകൊണ്ട്, ദീൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഒരാള് കള്ളു പിടിച്ച് ബഹളം ഉണ്ടാക്കി, ദീൻ ഉണ്ടായിരുന്നെങ്കിൽ കള്ളു പിടിച്ച ആള് ബഹളം ഉണ്ടാക്കിണ്ടായിരുന്നു. അപ്പൊ എന്ത് തിന്മ കാണുമ്പോൾ ഇത് ഇസ്ലാം ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളൊരു ചിന്ത വരുമ്പോ അഫ്കോഴ്സ് ആൾക്കാർ ഇസ്ലാം ഉണ്ടായി കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനാവും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഐ ഫീൽ ലൈക്ക് എന്ത് ഐഡിയോളജിന്റെയും ഉള്ളില് ഇപ്പം മുസ്ലിം ആണുങ്ങളാണെങ്കിലും മുസ്ലിം പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ മെന്റാലിറ്റി പറയുമ്പോൾ ബാക്കിയുള്ളവർ നന്നാവണം എന്നാണ് ആഗ്രഹം. എല്ലാവരും ഇസ്ലാമിലോട്ട് വന്നിട്ട് ഈ ലോകം ഒന്ന് നന്നാവണം എന്നാണ്. പിന്നെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം അതാണ്. ഇങ്ങനെ അവര് മോശക്കാരാവണം അല്ലെങ്കിൽ അവരെന്താ പറയാ, അവര് നരകത്തിൽ പോകണം എന്നല്ല, അവര് നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള ഒരു ഉള്ളിലുള്ള. ഇപ്പൊ നമ്മൾ ചെറുതാകുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മള് നോൺ മുസ്ലിം ഫ്രണ്ട്സിനെ മുസ്ലിമായി കൺവേർട്ട് ചെയ്യുന്ന അവര് നരകത്തിൽ പോകുന്നത് പേടിച്ചിട്ടല്ലേ. അപ്പൊ ഉള്ളിലുള്ള മെന്റാലിറ്റി എപ്പോഴും ഗുഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ള മാർഗം മാത്രമാണ് മോശം. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ കുട്ടികളായിരിക്കുമ്പോ? അല്ലെങ്കിൽ അതെ, ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്തായിരുന്നു ആ ഒരു മതം പരിവർത്തനം? സാധാരണ ഇപ്പൊ ഞാനൊക്കെ അത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷെ ആസ് എ വുമൺ എങ്ങനെയാണ് അത് ചെയ്തിരുന്നത്?
മെയിനായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഞാൻ ചെറുതാകുമ്പോ നമുക്കറിയാം, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഹിന്ദു സ്ത്രീകളൊക്കെ ഇതുപോലെ ബ്ലൗസും ഒരു തുണിയും ഇട്ടിരുന്ന്, അപ്പൊ അവരുടെ ബെല്ലി ഫുൾ എക്സ്പോസ്ഡ് ആവും. അപ്പൊ നമ്മളിങ്ങനെ നമ്മള് പാരന്റ്സ് ഇങ്ങനെ പർദ്ദയൊക്കെ ഇട്ട് കാണുമ്പോ നമ്മൾ ഇവരെ ബെല്ലി എക്സ്പോസ്ഡ് ആയി കാണുമ്പോ, ഉം. ഞാൻ ചെറുതാകുമ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ ബെല്ലി കാണിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ചെറിയ കുട്ടിയാണ്, നമ്മൾ മദ്രസയിലൊക്കെ പോകുന്നത്, നമുക്ക് വായിക്കും വല്ല ഫിൽറ്റർ ഇല്ല, ഉം. ഇപ്പോഴും ഇല്ല. ഉം. എന്നാലും ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ചേച്ചി ഇങ്ങനെ വയറ് കാണിച്ച് നടക്കുന്നത്, ഒന്ന് മറച്ചൂടെ, ഒരു ഷാളൊക്കെ ഇട്ടൊന്ന് മറച്ചൂടെ എന്നൊക്കെ. അപ്പൊ അപ്പൊ അത് വയസ്സായ ഒരു ഹിന്ദു സ്ത്രീയാണ്, അവരുടെ അടുത്ത് പറഞ്ഞേ, വയറെന്നുള്ളത് കാണിക്കാനുള്ളതാണ്, അല്ലാണ്ട് ഇങ്ങനെ നിങ്ങളെ പോലെ മറച്ചു പിടിച്ച് നടക്കാനുള്ളതല്ലെന്ന്. ശരിക്കും അത് ഭയങ്കര പ്രൊഫൗണ്ട് ആയിട്ട് ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ തോന്നുന്നുണ്ട്. ശരി. സോ തിരിച്ചു ആൾക്കാർ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോ തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നൈസ്, കാരണം നമുക്കത് അവിടെ 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 വെച്ച് സ്റ്റോപ്പ് ആവും. പക്ഷെ ആൾക്കാർ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഇസ്ലാമിന് ഒരു പ്രത്യേക ഒരു പെഡസ്റ്റൽ വെച്ചിട്ട്, അയ്യോ ഇസ്ലാമിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല, അത് അത് 3 ബില്യൺ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മതമാണ്, അപ്പൊ അതിനെ ക്രിറ്റിസൈസ് ചെയ്യരുത്, ഇതിനെ സോപ്പിട്ട് കൊണ്ട് നടക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അങ്ങനെ വെച്ച് നടക്കുമ്പോൾ ആരും വിമർശിക്കാതെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ച് അഹങ്കാരം പവറൊക്കെ കൂടി ഒരു പെഡസ്റ്റലായി ഇരിക്കുന്ന ഒന്ന്. അപ്പൊ ആരിഫൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്, ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് അവര് സോപ്പിട്ട് ഇതാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ മതം ഉപേക്ഷിച്ചിട്ട് എത്ര നാളെ, എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തിയത്? ഓക്കെ, മതം ഉപേക്ഷിക്കാനുള്ള മെയിൻ കാരണം റിയാദ് സാലിഹീനായിരുന്നു. അപ്പൊ നമ്മള് മദ്രസയിലാകുമ്പോ നമുക്ക് ആ നീലച്ചട്ടുള്ള ബുക്ക് ഓർമ്മയുണ്ട്, റിയാദ് സാലിഹീൻ, നീലച്ചട്ടുള്ള ബുക്ക്. സോ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോ ഹദീസ് വിശ്വാസം എന്നുള്ള ഒരു ഗ്രന്ഥസമാഹാരമൊക്കെ ഉണ്ട്, ഹദീസ് സമാഹാരം. അപ്പൊ ഈ റിയാദ് സാലിഹീനും ഹദീസും ഇതിന്റെ ഈ സമാഹാരമൊക്കെ ഉണ്ടാവില്ല, എല്ലാവരുടെ ഹദീസ് കൂടിയിട്ടുള്ള. അപ്പൊ നമ്മളതിങ്ങനെ വായിക്കും, ബോറടിച്ചിരിക്കുമ്പോ ഇതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മദ്രസയിലുള്ള ഉസ്താദ്മാരോട് ഡിബേറ്റ് ചെയ്യും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോ ഞാനിങ്ങനെ തുറന്നു നോക്കുമ്പോ ഫസ്റ്റ് ഇതിൽ കാണുന്നത് അബലകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇതെന്താണ്ട് അബലകളോട് എങ്ങനെ പെരുമാറുന്ന സെക്ഷൻ, അപ്പൊ ഇത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളത്, ആണുങ്ങളോട് പറയാണ് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം. അപ്പൊ സ്ത്രീ എന്ന് എഴുതാൻ വയ്യ, അബല എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു സെന്റൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ സ്ത്രീകൾ പളുങ്കുപാത്രം പോലെയാണ്, അതുപോലെ ഭയങ്കര പാട്രണൈസിങ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ അവരിങ്ങനെ കൊണ്ടു നടക്കണം, അവരിങ്ങനെ ഒരു എന്താ പറയാ, എന്നിട്ട് അവരെ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ സംരക്ഷിക്കണം. ശരിക്കും പറഞ്ഞ ഒരു സെക്സ് സബ്ജക്റ്റ് ആയിട്ടാണ് അതില് ബുക്കിൽ ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വേറെ എന്റർടൈൻമെന്റ് ഇല്ല. അപ്പൊ ശരിക്കും എനിക്കൊരു എന്റർടൈൻമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ബുക്കൊക്കെ വായിക്കണം എന്നായി, കാരണം ഇതിലാണല്ലോ കുറച്ച് സ്പൈസി സാധനങ്ങളൊക്കെ ഉള്ളത്, പ്രത്യേകിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ, പിന്നെ നബിയുടെ എന്താ ലീലാവിലാസങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അതൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു ഹദീസ് ബുക്ക് വായിക്കാന്ന് പറയുന്നത്. കാരണം വീട്ടുകാർ വിചാരം ഞാൻ ഹദീസ് ബുക്ക് വായിക്കണം, പക്ഷെ ഇതിൽ കുറെ സ്പൈസി സാധനങ്ങളുണ്ട്. അങ്ങനെ സ്കൂളിലാവുമ്പത്തിന് ഒരുമാതിരി ഇത് ഫുള്ള് വായിച്ച് എനിക്ക് ഡൗട്ട് തുടങ്ങിയിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെ, പക്ഷെ ആ സമയത്ത് എവല്യൂഷൻ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് വലിയ ആഗ്രഹമില്ലായിരുന്നു. അപ്പം ഈ ദൈവത്തിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. നബിയുടെ കുറച്ച് സാധനങ്ങൾ എനിക്ക് എന്താ ഇയാൾ ഇങ്ങനെയെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എവല്യൂഷനെ കുറിച്ച് വായിച്ചു നോക്കുമ്പോൾ ആ ഗ്യാപ്പ് അങ്ങോട്ട് ഫിൽ ആയി. അപ്പൊ പിന്നെ ഈ ദൈവം മാത്രമല്ല വേറൊരു ദൈവം ഇല്ല എന്നുള്ളൊരു എവല്യൂഷൻ ആ സാധനം വന്നപ്പോ, പിന്നെ അതിന്റെ അടുത്ത് ക്ലബ് ഹൗസ് വന്നു. അപ്പൊ ക്ലബ് ഹൗസിലുള്ള ഒരുപാട് ചർച്ചകൾ കേട്ടു. അപ്പോഴാണ് ഞാൻ ആരിഫ് ഖാന്റെ സംസാരങ്ങളൊക്കെ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് പിന്നെ അതൊക്കെ കേൾക്കും. പിന്നെ നമ്മളെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ പുറത്ത് പറയാൻ ഡൗട്ടില്ലേ, പുറത്ത് പറയുന്ന ആൾക്കാരുണ്ട്, അതുപോലെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളെ പോലെ ഒരു കമ്മ്യൂണിറ്റി വേറുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രെറ്റേണിറ്റി പോലെ തോന്നും. സോ അതായിരുന്നു മെയിൻ ആയിട്ട് ആ കൊറോണ ക്ലബ് ഹൗസ്. ആ സമയത്ത് ലൈക്ക് ആ സമയത്താണ് ഉണ്ടായിരുന്ന കുറച്ചും കൂടി ഒരു കച്ചിത്തുരുമ്പ് നിറില്ല, അതും പോയി കിട്ടിയത് അങ്ങനെയാണ്. ഓക്കെ, ആ ലാസ്റ്റ് സാധനം എന്തായിരുന്നു പിടിച്ചു നിർത്തിയിരുന്നത്, ആ കച്ചിത്തുരുമ്പ്? ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, എന്തായിരുന്നു കച്ചിത്തുരുമ്പ് എന്നുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് എന്നുള്ളതാണ്. ലൈക്ക് ഈ പടച്ചോൻ ഇല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ബെറ്റർ ഓൾട്ടർനേറ്റീവ് എന്നുള്ളതാണ്. യുനോ, എന്ന് വെച്ചാൽ അതൊരു എത്തീസത്തിന്റെയും ഒരു അഗ്നോസ്റ്റിസത്തിന്റെ ഇടയില് അങ്ങനെയായിരുന്നു. വാട്ട് ഈസ് ദ ബെറ്റർ ഓൾട്ടർനേറ്റീവ് എന്നുള്ള ഒരു സാധനം. പക്ഷെ എവറിത്തിങ് ഈസ് എ ബെറ്റർ ഓൾട്ടർനേറ്റീവ് നൗ ദാറ്റ് ഐ തിങ്ക് ഓഫ് ഇറ്റ്. അല്ലെ, ഇസ്ലാമിനെക്കാളും വേറെ എന്ത് ഐഡിയോളജി ആണെങ്കിലും ഇതിനേക്കാളും ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ്. ഇഫ് യു ടേക്ക് ബാലമംഗളം, ഇതിനേക്കാളും നല്ലൊരു ഐഡിയോളജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിലവിൽ ഒരു അഗ്നോസ്റ്റ് ആണോ അതോ ഒരു എത്തീസ്റ്റ് ആണോ? ഐ സംടൈംസ് ലൈക്ക് ഇപ്പോ
നമ്മളിങ്ങനെ വിചാരിക്കും ഇപ്പൊ ഒരു അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ മേ ബി ദർ ഇസ് എ ഗോഡ്, മേ ബി ദർ ഇസ് നോട്ട്, ഡസൻ കൺസേൺ മീ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലേ. അപ്പം ഇഫ് ദർ ഇസ് എ ഗോഡ്, നമ്മളിങ്ങനെ കുട്ടികളെ ഇങ്ങനെ കുറെ ആൾക്കാർ റേപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു, ഇതൊക്കെ കണ്ടിട്ട് ആ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോഡ് അവിടെ ഇരുന്നിട്ട് നടക്കട്ടെ നടക്കട്ടെ എന്നങ്ങനെ വിചാരിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് സോ ഷിറ്റി. സോ ഐ തിങ്ക് ഐ വുഡ് സേ ഐ ആം ആൻ എത്തിസ്റ്റ്. ഓ ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ആ ഒരു എത്തിസത്തിലേക്ക് വരുന്നത്. അതായത് ഒരു ഗോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗോഡ് പണിയെടുക്കണം. ഇത് പണിയെടുക്കാത്ത ഗോഡാണെങ്കിൽ ആ ഗോഡ് ഒരു ഗോഡല്ല എന്നുള്ളൊരു രീതിയിൽ. ഓക്കെ, അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഒരു എത്തിസത്തിലേക്ക് പോകാൻ പറ്റിയ ഒരു ഫോർമുലയായിട്ട് ആളുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, കൊള്ളാം. ഓക്കെ, പക്ഷേ എത്തീസ്റ്റും അഗ്നോസ്റ്റിക്കും തമ്മിൽ കാര്യമായിട്ട് വലിയ വ്യത്യാസമില്ല. ലൈക് ദേ ക്യാൻ ഓൾ സർവൈവ് ഇൻ ദി സെയിം റൂം, റൈറ്റ്? പക്ഷേ ഇവര് ഇപ്പം ഇസ്ലാമിസ്റ്റുകളൊക്കെ ഇവര് ഡിബേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഇത് വേഗം ഇവരുടെ പടച്ചോനെ ഇവരങ്ങോട്ട് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റിച്ചിട്ട് ഇവര് ഏതെങ്കിലും ഒരു ഗോഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ദാറ്റ്സ് ദി റിയൽ പ്രോബ്ലം. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. നിങ്ങൾ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ, ആ ദൈവം അള്ളാഹു ആണെന്ന് വിശ്വസിക്കണമല്ലോ. അതെ അതെ അല്ലെ? അപ്പൊ ആ ഒരു വിഷയത്തെ ഇവർ അഡ്രസ് ചെയ്യാറില്ല. ഇവര് ഒരു ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമായിട്ടാണ് വരാറ്. അത് കേട്ടിട്ടുണ്ടാവും, അങ്ങനെ ഒരു ചോദ്യമായിട്ട്. ഓക്കെ, അങ്ങനെ എന്നിട്ട് ഒരു ഫിലോസഫിക്കൽ കൺവെർസേഷൻ ഡിബേറ്റ്സ് ലൈക്ക് ഏതെങ്കിലും വെസ്റ്റേൺ ആയിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും രണ്ട് പ്രൊഫസേഴ്സ് കൊടുക്കുന്ന സാധനങ്ങൾ ഇവിടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യും. പക്ഷെ നമ്മളുടെ കൾച്ചറും നമ്മളുടെ കോൺവെർസേഷനും അതേ അല്ല. ആ ഒരു ദൈവം അള്ളാഹുവിന് അങ്ങനെ ഒരു ദൈവം ആകാനുള്ള ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ അങ്ങനെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കോൺവെർസേഷനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. കാരണം മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആദ്യം നമ്മുടെ ഈ ഇതിൽ എന്താ പറയാ പുഴുത്തു നാറുന്ന കുറെ സാധനങ്ങളുണ്ട്, അത് ആദ്യം എടുത്ത് മാറ്റണം. എന്നിട്ടാണ് നമുക്ക് ഈ ഫിലോസഫിക്കൽ കോൺവെർസേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അഗ്നോസ്റ്റും എത്തീസ്റ്റും തമ്മിലുള്ള സംസാരങ്ങളും ലൈക്ക് ഒരുപാട് ഫിലോസഫിക്കൽ കോൺവെർസേഷൻ അത് ഉണ്ടാവും. പക്ഷെ ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് അതൊരു കുറെ വർഷം കഴിഞ്ഞ് ഉണ്ടാവേണ്ട ഒരു സാധനമാണ്. നമുക്ക് ആദ്യം ഇത് എടുത്തു മാറ്റേണ്ടത് ഈ സ്ത്രീകളോട് ചെയ്യുന്ന ഈ ചെറ്റത്തരങ്ങള്, അതുപോലെ ചെറ്റത്തരം എന്നുള്ള ഐ തിങ്ക് ഇറ്റ്സ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് വേർഡ്. ഇറ്റ്സ് ഓക്കെ. പടച്ചോനെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് പറയാം. സോ ഇത് ചെയ്യുന്ന പോലെ നമ്മളെ സ്വത്ത് ഡിവൈഡ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഖബർ സന്ദർശനം, അതുപോലെ ഒരുപാട് കാര്യം ആദ്യം ഈ സാധനങ്ങൾ മാറ്റിയിട്ട് വേണം പടച്ചോൻ അവിടെ ഉണ്ടോ, മൂപ്പർക്ക് ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ. ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് ലൈക്ക് സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യം ഇത് മാറ്റണ്ടേ. പക്ഷെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിക് അപ്പോളജിസ്റ്റുകൾ അവർ വന്നിട്ട് പറയാ ഇതെല്ലാം ക്ലിയർഡ് ആണ്, ഇതെല്ലാം അവിടെ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചത് ശരിക്കുമുള്ള നല്ല സോഴ്സിൽ നിന്ന് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്, നിങ്ങൾ സ്വയം പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്, നിങ്ങൾ നല്ല ഉസ്താദിനെ കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഓഫ് കോഴ്സ് അത് തിരുത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, വർഷങ്ങളോളം ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ സോഴ്സ് ശരിയില്ല, ഇതാണ് എന്നാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് സോഴ്സ് കാണിച്ചെടുക്കുമ്പോൾ ഇത് അങ്ങനെയില്ല. പ്രത്യേകിച്ച് ഈ ചന്ദ്രൻ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഇവര് അതിന്റെ വേർഡ് മീനിങ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റിയിരിക്കും ഒരു ഉളുപ്പില്ലാണ്ട്. ഇവർക്കൊരു ഇന്റഗ്രിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ പറയുമ്പോൾ. അഫ്കോഴ്സ് നമ്മൾ റെഫറൻസ് കാണിച്ചെടുക്കുമ്പോൾ ഇതല്ല. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള റെഫറൻസ് മാത്രം എടുക്കുക. എന്നിട്ട് പിന്നെ നബിയുടെ നല്ല കാര്യങ്ങൾ വരുമ്പോ ഇവര് എടുക്കാത്ത കുറെ തബരി അതുപോലെ കുറെ ഹദീസിന്റെ ആൾക്കാരുണ്ടല്ലോ, അവരങ്ങോട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ പറയുമ്പോ പിന്നെ ഹദീസ് ഒന്നും മോശം കാര്യങ്ങളിൽ ഹദീസ് എടുക്കൂല, പിന്നെ സഹിഹല്ല എന്ന് പറയും. അപ്പൊ തബരിയൊക്കെ മോശം ആൾക്കാരായിട്ട് മാറും. അതെ അതെ, അവർക്ക് ആവശ്യമുള്ളത് വരുമ്പോ തബരിയൊക്കെ അടിപൊളി ആൾക്കാരായി. ഓക്കെ, ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്, മീൻസ് ആ ഒരു രീതിയിൽ ഇതിനെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇവരുടെ ടാക്ടിക്സ്. അതെ, ടാക്ടിക്സ് പറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്കും കൂടുതൽ മെയിൻ സ്ട്രീം ആയിട്ട് ഡിബേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി, കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ. നമ്മളൊരു ഗേൾ ആണ്, നമ്മളെ ഫാമിലിയാണ് നമ്മളെ ഫണ്ട് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു എന്നെ തന്നെ. അത് വേണ്ട, ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രശ്നമാണെന്നാണല്ലോ പറഞ്ഞു വെച്ചത്, അതുകൊണ്ടാണല്ലോ നമ്മളത് ചെയ്യാത്തത്. പക്ഷെ എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ, ലൈക്ക് വാട്ട് ഡു ഐ ഡു എന്ന് അറിയണ്ടേ. ഓക്കെ, അത് വളരെ ജനറിക് ആയിട്ടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാനത് ചോദിക്കാനിരിക്കുന്ന ചോദ്യമാണ്. മീൻസ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു ഇപ്പൊ എങ്ങനെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ബാധിച്ചത്, അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യുന്നു, അതിനെ കുറിച്ചും കൂടിയൊക്കെ ഒന്ന് പറയും. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നോണ്ടിരുന്നെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ സ്ട്രീം ആയിട്ട് ഡിബേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ കുറച്ച് ഹൈഡിങ്ങിലാണ്, ആരും ഇങ്ങനെ അറിയണം എന്ന് താല്പര്യമില്ല, യുനോ. അപ്പൊ സോ ഞാനിപ്പോ ചെയ്യുന്നത്, എന്റെ ബാക്ക്ഗ്രൗണ്ട് സൈക്കോളജിയാണ്. ഞാനിപ്പോ ചെയ്യുന്ന മാസ്റ്റേഴ്സ് ആണ്, കോഗ്നിറ്റീവ് സയൻസസിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോ ഉള്ളത് ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയിലാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല.
സോ യാ നെക്സ്റ്റ് ഇയർ PhD സ്റ്റാർട്ട് ചെയ്യും. യാ അതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്. സോ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കൺസർവേറ്റീവ് മുസ്ലിം ഫാമിലിയിലാണ് വളർന്നത്. ഐ തിങ്ക് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. പിന്നെ ഞാൻ 8ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുണ്ട്. സോ നമ്മള് ആകെ ശനി ഞായറും ലീവ് ഉള്ളതും പിന്നെ ആ ലീവുള്ള ദിവസം മദ്രസയിൽ പോയിട്ട് ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്ക് ഇല്ലാത്തൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു ഈ മദ്രസ വിദ്യാഭ്യാസം. പിന്നെ ഒരുപാട് മദ്രസ വിദ്യാഭ്യാസം കുത്തിക്കയറ്റിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മള് ചോദിക്കും എന്താണ് ഇങ്ങനെ ചെറിയ കുട്ടികളോട് ഹൈലി നിവാസിക്കുള്ളി ഇത് തന്നെയാണ് മദ്രസയിൽ പോയാലും. അപ്പം എന്താണ് ഈ സംഭവം, ഇത് എന്താന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. എന്നിട്ട് ഈ ടീച്ചർമാര് ബ്ലഷ് ചെയ്യുന്ന കാണും. എന്നിട്ട് നമ്മള് വീട്ടിലിരുന്നിട്ട് ഇത് മരുമാകുമ്പോ ഇങ്ങനെ ഉറക്കെ പറയും. അപ്പൊ വീട്ടുകാർക്കും നാണം വരും. പിന്നെ എന്തിനാണ് ഈ പറഞ്ഞേക്കുന്നത്? അപ്പോ അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. പിന്നെ മിഡിൽ ഈസ്റ്റിലാണ് ചൈൽഡ്ഹുഡും അഡോളസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മദ്രസയിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, നല്ല അടി കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ ഉസ്താദുമാരോടൊക്കെ ഇതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഇപ്പഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്തതിന് ആ സമയത്ത് അടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര നോർമൽ ആണല്ലോ. അപ്പൊ നമ്മളത് വാങ്ങി വരും. അത് ഒരു അൺഡ്യൂ കൈൻഡ് ഓഫ് അടി തന്നെയായിരുന്നോ? ചില സമയത്ത് അവർക്ക് അതൊരു പ്ലഷർ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ ഉസ്താദുമാരെ അടിക്കുമ്പോൾ അവരുടെ കണ്ണിൽ ഒരു തിളക്കുണ്ടാവും. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ മെസോക്കിസ്റ്റ് തിങ്, യുനോ. അവരിങ്ങനെ അടിക്കുമ്പോൾ, ചെറിയ പെൺകുട്ടികൾ അങ്ങനെ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ പാവട പൊക്കിട്ടൊക്കെ അടിക്കുമ്പോൾ ഇവർക്ക് ഒരു പ്ലഷർ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര പ്രശ്നം വരുന്നു. പക്ഷെ ആ സമയത്ത് അത് ഭയങ്കര നോർമലാ. അടി മാത്രമുള്ളത് പിച്ചും നുള്ളും ഒക്കെ ഉണ്ടായിരുന്നോ? പിച്ച് ഉണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്റെ കസിന് ഉണ്ടായിട്ടുണ്ട്. എന്റെ കസിന് ശരിക്കും പറഞ്ഞ പാവടൊക്കെ പൊക്കി അടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അത്രയും കിട്ടിയിട്ടില്ല. അവർക്കൊക്കെ നല്ല കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എനിവേ, എന്തായാലും അത് സാധാരണ നമ്മൾ ഈ മദ്രസ പീഡനം ആയിട്ട് ബന്ധപ്പെടുത്തി ഇതുപോലുള്ള അനുഭവങ്ങൾ പറയുന്ന ആളുകളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. പലരും അത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, മദ്രസ ഉസ്താദുമാർക്ക് ബോയ്സിനോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഗേൾസ് ഒക്കെ സേഫ് ആണ്. ഓക്കെ. അതെന്താ അങ്ങനെ തോന്നിയത്? അങ്ങനെ പറയാൻ തമാശക്ക് പറഞ്ഞാണോ? അത് ആക്ച്വലി ആക്ച്വലി അതൊരു സ്റ്റഡി ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ കാത്തലിക് പ്രീസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ മദ്രസ ഉസ്താദുമാരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ സെയിം സെക്സിനോട് ഭയങ്കര താല്പര്യമുള്ള കാരണം എന്നൊക്കെ ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകിച്ച് ദർസിലൊക്കെ ആൺകുട്ടികൾ മാത്രമാകുമ്പോ ഇവര് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുമ്പോൾ പിന്നെ ഇവര് ക്യൂർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവർക്ക് കമ്മിങ് ഔട്ട് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സമൂഹം കൊടുക്കുന്നില്ല. ദിസ് ഇസ് വെരി വിയർഡ്. എന്തുകൊണ്ട് ഈ ആൺകുട്ടികളോട് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് റിസർച്ച് ചെയ്യേണ്ട സംഭവമാണ്. കാരണം ഇത് ഒരു മദ്രസ ഉസ്താദുമാർ മാത്രം ഫിനോമിനല്ല, യൂണിവേഴ്സൽ കാത്തലിക് പ്രീസ്റ്റ് ചെയ്യാം. അതൊരു ഈസി ഒരു ബെയ്റ്റ് ആയതുകൊണ്ടാണോ ആൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്? ഒരു ഈസി ടു പ്രേ എന്നുള്ളൊരു അങ്ങനെ അത് ഈസി ടു പ്രേ. ആൻഡ് ഇറ്റ്സ് ഓൾസോ പവർ ഡൈനാമിക്സ്, റൈറ്റ്? ഇപ്പം നമ്മൾ പറയുന്ന എല്ലാം കേൾക്കുന്ന ഒരു കുട്ടി, നോ പറയാൻ പറ്റാത്തൊരു കുട്ടി, ആ പവർ ഡൈനാമിക്സ് ഈ മറ്റേ സെക്ഷൽ പ്ലഷറിനേക്കാൾ ഒരു പവർ ഡൈനാമിക്സ് ഉണ്ട് അതിൽ. ആ പവർ ഡൈനാമിക്സ് ആണ് ആൾക്കാർ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എനിക്കാണ്. പ്രത്യേകിച്ച് പ്രൊഫസർ അല്ലെങ്കിൽ ചൈൽഡ്, അതുപോലെ ടീച്ചേഴ്സ്, പിന്നെ ബോസ്, സെക്രട്ടറി. ഈ പവർ ഡൈനാമിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു തീം. ഓക്കെ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന ഫീൽഡ്, ഇപ്പോൾ സൈക്കോളജി പഠിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഈ മതം, അതുപോലെ മതം ഉപേക്ഷിക്കുന്ന ആ പ്രോസസ്സ്, അതുപോലെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരു സൈക്കോളജിക്കൽ ഒരു വ്യൂ പോയിന്റിൽ കാണുമ്പോൾ അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്റെ ഒരു ഹോട്ട് ടേക്ക് എന്ന് വെച്ചാൽ ലൈക്ക് എവല്യൂഷൻ നന്നായിട്ട് മനസ്സിലാവാത്ത ഒരാള് ഒരു സൈക്കോളജിസ്റ്റ് അല്ല. ലൈക്ക് എവല്യൂഷൻ, ഒരു സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ എവല്യൂഷൻ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ആ എവല്യൂഷൻ എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ ഒരു തരത്തിലുള്ള, ഈവൻ ഇപ്പൊ സോഷ്യോളജി ആയാലും ജോഗ്രഫി ആയാലും എവല്യൂഷൻ മനസ്സിലാവാതെ യു ആർ നോട്ട് എനി കൈൻഡ് ഓഫ് സയന്റിസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. സോ അതിന്റെ അണ്ടർനീത്ത് ആയിട്ട് എവല്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അള്ളാഹ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, മൂപ്പർക്ക് അതിൽ ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല. സോ എവല്യൂഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് ഗോഡ് ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ then that's how you become an actual scientist. That's my opinion. And അപ്പം if you're ഇപ്പൊ നമ്മൾ നാസയിൽ കാണുന്നില്ല ഇവരിങ്ങനെ കുറെ പൂജകളൊക്കെ ചെയ്തിട്ട്, ഐ തിങ്ക് that's such a blunderous thing to do, right? Like you have ഇത്രയും പഠിച്ച് you haven't properly understood evolution and then you're not like an actual scientist, you know. Maybe കുറെ മെത്തേഡ്സും കമ്പ്യൂട്ടേഷനും ഒക്കെ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. Like from deep within, if you want to become a scientist, you have to understand evolution. And I feel like എന്റെ ക്ലാസ്സിലുള്ള 99% of people they don't understand evolution. Okay.
അതാണോ അവരിപ്പോഴും വിശ്വാസികളായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം? അങ്ങനെ തോന്നുന്നു. അവരിപ്പോഴും വിശ്വാസികളായിട്ട് തുടരുന്നതിന്റെ കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇസ്ലാമിൽ ലീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇസ്ലാം നമ്മളുടെ പേഴ്സണൽ ലൈഫിന്റെ എല്ലാ ആസ്പെക്റ്റിലും ഇടപെടുന്നു. ഇപ്പൊ നമ്മൾ ചെരുപ്പിടാണെങ്കിലും കുസിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിലും എല്ലാ ആസ്പെക്റ്റിലും ഇടപെട്ടിട്ട് നമ്മളെ ലൈഫിനെ വരിഞ്ഞു മുറുകി നമുക്ക് ഇതിന്ന് പുറത്തെടുക്കാൻ വയ്യ. കാരണം ഇതിന്ന് പുറത്തു കിടന്നാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉമ്മാന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം പുറത്തിറങ്ങി പോകുന്ന പോലെയാണ്. സോ അത് ഭയങ്കര ഒരു സ്ട്രെങ്ത് എടുക്കേണ്ട സാധനമാണ്. അത് ആക്ച്വലി വേറൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വേറൊരു എക്സിറ്റ് വേ ഇല്ലാന്നുണ്ടെങ്കിൽ യു ഹാവ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു സ്റ്റേ ഇൻ ദിസ്, റൈറ്റ്? ഓക്കെ, കുറച്ചുകൂടി ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സൈക്കോളജിക്കൽ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഈ മതവിശ്വാസം എന്ന് പറയുന്ന സംഗതി ചില സ്റ്റഡീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സ്, അതുപോലെ സെക്ഷൽ പ്ലഷർ, ഇതും പിന്നെ ഈ റിലീജിയൻ, ഇതെല്ലാം ബ്രെയിൻ സെന്റേഴ്സിന്റെ ഒരേ ഏരിയയിലൊക്കെയാണ് അത് സിമിലർ ആയിട്ടുള്ള എഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നത് സ്റ്റഡീസിലായിട്ട് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ആക്ച്വലി ഞാനിങ്ങനെ ഈ ബ്രെയിൻ സെന്റേഴ്സിൽ ഇത് ആക്ടിവേറ്റ് ആവും അല്ലെങ്കിൽ ഈ ബ്രെയിൻ സെന്ററിൽ ഇതുപോലെ നടക്കുന്നുള്ള സ്റ്റഡീസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുക. കാരണം ഇപ്പൊ നമ്മളിങ്ങനെ ലോക്കലൈസ്ഡ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതും കൺഫ്യൂസിങ് ആണ്. സോ അതിന് ഒരുപാട് ഇതിന്റെ പവറും അതിന്റെ എഫക്ട്സും എല്ലാം ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇങ്ങനത്തെ ഈ ഒരു സെന്ററിലാണോ ഇത്, അല്ലെങ്കിൽ ഈ ഒരു സെന്റർ ഇംപ്ലിക്കേറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ സ്റ്റഡീസിനെ കുറിച്ച് ഞാൻ ഭയങ്കര കെയർഫുൾ ആയിരിക്കും ജനറലി. സോ അത് തറോ റീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ റിലീജിയൻ ശരിക്കും പറഞ്ഞ ഒരു ഡ്രഗ് പോലെ തന്നെയാണ്. ഐ ഫീൽ ദാറ്റ്. അങ്ങനെ എസ്പെഷ്യലി ആഴത്തിൽ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ആഴത്തിലുള്ള ഒരു എനിക്ക് കുറച്ച് ഒബ്സർവേഷൻ ഉണ്ട് റിഗാർഡ്സ് ടു OCD ആൻഡ് ദെൻ റിലീജിയൻ ആൻഡ് സ്റ്റഫ്, എസ്പെഷ്യലി ടെററിസം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ. പ്രത്യേകിച്ച് ഈ പെർഫെക്ഷനിസം, OCD എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ടെററിസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ടെററിസ്റ്റ് മെന്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ, കുറെ ആൾക്കാർക്ക് OCD എന്നുള്ള സാധനം ഉണ്ട്. കാരണം OCD അതിന്റെ ശരിക്കും ഷോർട്ടസ്റ്റ് ഫോമിൽ പറയുന്നത് അത് കൺട്രോൾ ആണ്. നമ്മളെ സറൗണ്ടിങ് കൺട്രോൾ ആക്കണം. നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ കൺട്രോൾ ഇല്ല. അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് എന്തെങ്കിലും നമുക്ക് കൺട്രോൾ വരുത്തണം. അതാണ് ശരിക്കും പറഞ്ഞ OCDന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എലിമെന്റ് എന്ന് പറയുമ്പോൾ. അപ്പം ഈ ടെററിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ സമൂഹത്തിന് നമുക്ക് ഇങ്ങോട്ട് ക്ലിയർ ആക്കണം, ഇത് ഈ ഡേർട്ട് കൊണ്ട് ഒഴിവാക്കണം, ഈ സമൂഹത്തിലുള്ള വേസ്റ്റുകൾ നമുക്ക് ഒഴിവാക്കണം, ഇത് പെർഫെക്റ്റ് ആക്കണം, ആ ഒരു സംഭവം. എക്സാക്ട്ലി. സോ അതാണ് ഒരു നല്ല പൈപ്പ് ലൈൻ ആണ് ശരിക്കും പറഞ്ഞ OCD, പെർഫെക്ഷനിസം, ടെററിസം, എക്സ്ട്രീമിസം, ഇതിങ്ങോട്ട് പോകാനുള്ള നല്ലൊരു പൈപ്പ് ലൈൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് ഒരു ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ ആണോ, അങ്ങനെ ഒരു തോന്നലാണോ, അതോ അത് സയന്റിഫിക്കലി ബാക്ക്ഡ് ആണോ? ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ്, കാരണം ഇത് വേറെ കുറച്ച് ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മളിപ്പോ കുറെ ടെററിസ്റ്റുകളുടെ ഇന്റർവ്യൂ, ഇപ്പൊ ടെററിസം വിട്ടു വന്ന ആൾക്കാരുടെ ഇന്റർവ്യൂ അവര് നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഇവരുടെ ഒക്കെ ഒരു തീം എന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും ഹെൽബെന്റ് ആണ്. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൺട്രോൾ ചെയ്യണം, ആ ഒരു നേച്ചർ എല്ലാത്തിലും കാണുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാരുടെ ലൈക്ക് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ട്രേറ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. കോമൺ ട്രേറ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒബ്സർവ് ചെയ്തതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഈ പെർഫെക്ഷനിസം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സറൗണ്ടിങ്സ്, അതൊരു കോമൺ ട്രേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. അത് ഞാനൊരു റിക്വസ്റ്റ് വെക്കുന്നത്, അതൊന്ന് കാര്യമായിട്ടൊന്ന് പഠിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചില എഴുത്തുകളായിട്ടോ അങ്ങനെ എന്തെങ്കിലും സംഗതികളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പെർഫെക്ഷനിസം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാനും വേണമെങ്കിൽ അതിനെ കൊറാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സംഗതി ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് വെക്കുമ്പോഴാണ് നമ്മൾ ഈ മതം കൂടുതൽ പഠിച്ച് ഓരോ വിഷയത്തിലും എന്താണ് മതം ക്ലിയർ ആയിട്ട് പറയുന്നത് എന്നുള്ളൊരു അന്വേഷണം നമ്മൾ പേഴ്സണലി ചെയ്തു തുടങ്ങി. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇതിനകത്തുള്ള കുഴപ്പങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പോൾ അത് ഇപ്പോൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ പെട്ടുപോയിട്ടുള്ള ആളുകളെ ഈ പറഞ്ഞ പോലെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അവരും ഇതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവരിതിലേക്ക് എത്തിപ്പെടുന്നത്. ക്ലിയർ ആക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം, ഇത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത്. ഇപ്പൊ സലഫിസം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ പറയാ പ്യൂരിറ്റാനിസം തന്നെയാണ് പറയാ. അതൊരു ശുദ്ധിവാദമാണ് അവിടെ വരുന്നത്, ഏറ്റവും പെർഫെക്റ്റ് ആയുള്ള രൂപത്തിൽ അത് കൊണ്ടുവരിക.
സോ ഇൻ ഇഫക്റ്റ് അത് ഒരു ഒരു പെർഫെക്ഷനിസം തന്നെയാണ്, ഒരു OCD ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ? ട്രൂ Yes. ട്രൂ. ആ, ഇതിനോടനുബന്ധിച്ച് എനിക്ക് വേറെ പറയാനുള്ളത് ഗിൽറ്റ് എന്നുള്ള ഒരു ഫാക്ടർ, ഈ പെർഫെക്ഷനിസം ഗിൽറ്റ് എന്നുള്ള സംഭവം, പ്രത്യേകിച്ച് ഫോർഗിവ്നെസ്. ഇതിന്റെ രണ്ട് സ്പെക്ടർ ഉണ്ട്. സോ അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. സോ വൺ ഓഫ് ദി സ്പെക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇസ്ലാമിലെ ശരിക്കും പറഞ്ഞ ഫോർഗീവ്നെസ് എന്നുള്ളൊരു സംഭവം, നമ്മൾ തൗബ തൗബ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ ടെററിസ്റ്റ് ആണെങ്കിലും നമ്മുടെ ഇത് ടെററിസ്റ്റുകൾക്ക് മാത്രമല്ല, കോമൺ ആയിട്ടുള്ള മുസ്ലിംസിന്റെ ഒരു ഫീച്ചറാണ്. നമുക്കറിയില്ല നമുക്ക് പുറത്തു വന്നുള്ളത്. നമ്മൾ ഒരു ദിവസം ഒരു 500 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് 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 അങ്ങനെ പറഞ്ഞു തന്നാലും നമുക്കറിയില്ല ഈ പടച്ചോൻ പൊറുക്കുണ്ടോ ഇല്ല എന്നുള്ളത്. കാരണം ഈ ഖുറാനിൽ കംപ്ലീറ്റ് കോൺഫ്ലിക്റ്റ് ഇൻഫർമേഷൻ ആ, എല്ലാം പുറത്തു തരുന്നവൻ എന്ന് പറയും. എന്നിട്ട് അപ്പുറത്തെ സെന്റൻസിൽ നരകത്തിൽ അങ്ങോട്ട് കരിക്കും. അപ്പൊ നമുക്കറിയില്ല ഇയാള് ശരിക്കും പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗോഡാണ്. ഇയാള് ശരിക്കും പറഞ്ഞാൽ കൈൻഡ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ നരകത്തിലിട്ട് പൊരിക്കോ എന്താണെന്ന് അറിയില്ല. പൂച്ചക്ക് വെള്ളം കൊടുത്ത സ്വർഗത്തിൽ പോകും, 100 ആൾക്കാരെ കൊന്നാലും സ്വർഗത്തിൽ പോകും. ഇത് ഇത് പിന്നെ ചെറുതായിട്ട് നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നരകത്തിലും വിടും. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആണ്. എനിക്കും ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായ സംഭവം. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഗിൽറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കണ്ടാലോ നമ്മളൊരു പാട്ട് കേട്ടാലോ ഭയങ്കര ഗിൽറ്റ് ആണ്. കാരണം നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാല് ഈ പടച്ചോൻ ഫോർഗീവ് ചെയ്തു എന്നുള്ളത്. അപ്പൊ ആ ഒരു ഫീലിംഗ് ഭയങ്കര സ്ട്രോങ് ആണ്. ആ ഒരു ഫീലിംഗ് നമുക്ക് നമ്മളെങ്ങനെങ്കിലും മറികടക്കാൻ നോക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ഗിൽറ്റ് എന്നുള്ളത്. കാരണം അത് ഫീലിംഗ്സിൽ വെച്ച് ഏറ്റവും വൃത്തിയുടെ ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഗിൽറ്റ് ആണ്. അപ്പം പ്രത്യേകിച്ച് നമ്മളിപ്പോ പാരലൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാ സൺഡേയും പോയിട്ട് ഇവര് കോൺഫെഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് പുറത്തെടുക്കും. ഇവര് ആ പ്രീസ്റ്റ് അങ്ങോട്ട് പറയും പുറത്തുനിന്നു മോനെ വീട്ടിൽ പോയിക്കോ. അപ്പൊ നമുക്കൊരു സമാധാനം, നമ്മൾ ഒരാഴ്ച തെറ്റ് ചെയ്ത് നമുക്ക് പുറത്തു വന്നു. അപ്പൊ പക്ഷെ നമ്മൾ ഇസ്ലാമിൽ നമുക്ക് അറിയുന്നില്ല നമുക്ക് പുറത്തൊന്നും ഇല്ലെന്ന്. ഒന്നുകിൽ നമ്മള് വയസ്സാകുമ്പോ മറ്റേ ഹജ്ജിന് പോകണം. അപ്പോ ഈ പുറത്ത് എങ്ങനെയെങ്കിലും പുറത്ത് കിട്ടാൻ വേണ്ടി സ്വർഗത്തിൽ പോകാനും ഏറ്റവും എളുപ്പ വഴി നമ്മൾ ഷഹീദാവുക എന്നുള്ളതാണ്. ജിഹാദ് അങ്ങോട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് കുറച്ച് ആൾക്കാരെ കാഫിറുകളൊക്കെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമുക്ക് പുറത്ത് വരുന്നു 100% ഉറപ്പായി. ആൻഡ് അറ്റ് ദി സെയിം ടൈം സ്വർഗത്തിലുള്ള സീറ്റ് ഉറപ്പായി. അപ്പൊ ഈ ഒരു ഫീലിംഗ് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഫോർഗീവ്നെസ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഈ ഒരു ഫോർഗീവ്നെസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ പൊട്ടിത്തെറിക്കുന്നത്. പിന്നെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തണം എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെയെങ്കിലും ഈ ഒരു ഗിൽറ്റ് ഫീലിംഗ് അങ്ങോട്ട് നിർത്തണം. അതിന് ഏറ്റവും എളുപ്പവഴി പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ്. സോ അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെയധികം ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തായാലും ഇത് വരുമ്പോൾ നമുക്ക് കൂടുതൽ, കാരണം നമ്മുടെ നാട്ടിൽ പൊതുവെ ഈ ജിഹാദ് എന്ന് പറയുന്ന സംഗതി അത് അത്ര വലിയ കുഴപ്പമുള്ള സാധനമൊന്നുമല്ല എന്ന് പറഞ്ഞ് അതിനെ സ്ഥാപിക്കാനാണ് ആളുകൾ ശ്രമിക്കുക. ജിഹാദിന് പല ഒരു സ്പെക്ട്രം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തും. അതിലേക്ക് ഇറങ്ങി തിരിച്ച ഒരാൾ ആ അങ്ങേ അറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കണമെങ്കിൽ പൊട്ടിത്തെറിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഇവര് സമ്മതിക്കാൻ മെനക്കെടും, അത് സമ്മതിച്ചു കൊടുക്കില്ല. അത് അങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യാറ്. അപ്പൊ എനിവേ എന്തായാലും നമുക്ക് പറയാനുള്ളത് അത് തടസ്സം വെക്കേണ്ട കാര്യമില്ലല്ലോ, പറയാന്നുള്ളത് തന്നെയാണ്. അത് നല്ല കാര്യം തന്നെയാണ്. ഇതിന്റെ വേറൊരു സ്പെക്ട്രം ഞാൻ കുറച്ച് ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ എടുത്തപ്പോഴും ജബ്ബർ മാഷിന്റെ എന്തൊരു വീഡിയോ കണ്ടപ്പോ ആള് വേറൊരാൾ ഡിസ്കസ് ചെയ്യുന്ന കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞാണ്, ഈ പടച്ചോൻ പറയുന്നുണ്ട് എന്ത് ചെയ്താലും പുറത്തുവരും, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തുവരും ഖുറാനിൽ ഒരുപാട് വട്ടം പറയുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് കുറ്റം ചെയ്യാനുള്ള കൂടുതൽ പ്രേരണയാണെന്നുള്ളത്. കാരണം എന്തായാലും പുറത്തു തരുമല്ലോ. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ, ലൈക്ക് എന്റെ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്റ്റിൽ ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മൾ പുറത്തുവരും എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതൽ കുറ്റം ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാവില്ല ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് സൈക്കോളജിയാണ്. അപ്പൊ എന്റെ പാരന്റ്സ് ഞാൻ എന്ത് ചെയ്താലും ഫോർഗീവ് ചെയ്യുന്ന എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ കൂടുതൽ തെറ്റ് ചെയ്യല്ലേ ചെയ്യാം, ഞാൻ തെറ്റ് കുറക്കുകയാണ് ചെയ്യാം. സോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷൻ ആണ് എനിക്ക് കൂടുതൽ കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. എന്റെ പാരന്റ്സ് എന്ത് തെറ്റേതാലും എന്നെ ശിക്ഷിക്കുന്നുള്ള തോന്നുമ്പോഴാണ് എനിക്ക് കൂടുതൽ തെറ്റാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുക. അങ്ങനെയാണോ? സോ ആ ഒരു ഒബ്സർവേഷനോട് ഞാൻ ഡിസ്അഗ്രി ചെയ്തിട്ട് ഐ ഫീൽ ലൈക്ക് അത് ഡിറ്ററന്റ് ആയിട്ട് വരുന്നില്ലേ ശിക്ഷ? ശിക്ഷ എന്ന് പറയുന്നത് ഒരു ഡിറ്ററന്റ് അല്ലേ? അതുകൊണ്ട് തന്നെയാണല്ലോ ലൈക്ക് ആൾക്കാർ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകേണ്ടി പൊട്ടിത്തെറിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം നരകത്തിലിട്ട് കരിക്കുന്നു പറയുമ്പോൾ ഏറ്റവും എളുപ്പം സ്വർഗത്തിൽ പോകാനുള്ള വഴി പൊട്ടിത്തെറിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ പക്ഷേ പടച്ചോൻ പറയുന്നത് പുറത്ത് തരുമെന്നല്ലേ, തരില്ല എന്നല്ലല്ലോ. പക്ഷെ വി ഡെഫിനറ്റ്ലി ഡോണ്ട് നോ ലൈക്ക് എന്ത് ചെയ്താലാണ് പുറത്തു തരാന്ന് നമുക്ക് അറിയില്ലല്ലോ. ലൈക്ക് കാരണം കോൺഫ്ലിക്റ്റിംഗ് ഇൻഫർമേഷൻ അല്ലേ, അതുകൊണ്ട് അറിയില്ല. പക്ഷെ
ആൾക്കാർ മുസ്ലിംസിന് കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗിൽറ്റ് ആണ്. ഉം. ഇപ്പൊ ആരിഫ്ക്കൊക്കെ തന്നെ ആരിഫ് മുസ്ലിം ആയിരിക്കുന്ന സമയത്ത് ആരിഫ് ഓർമ്മയുണ്ടാവില്ലേ, നമ്മൾ ഡെയിലി ലൈഫിൽ എത്രയോ ഗിൽറ്റ് ആണ് ഫീൽ ചെയ്തോണ്ടിരുന്നെന്ന്. ഉം. നമ്മളിപ്പോ ബസ്സിൽ അറിയാണ്ട് ഒരു പാട്ട് കേട്ടാൽ പോലും നമ്മൾ ഒരു 500 അസ്തഗ്ഫിറുള്ള ഉള്ളിൽ വിളിക്കും. അപ്പൊ 24 മണിക്കൂർ ആ ഗിൽറ്റ് എന്നുള്ള ഒരു ഫീലിംഗ് ഒരു കൺസ്യൂമിംഗ് ആണ്. ഉം. ഉം. അങ്ങനെ തോന്നിയിട്ടില്ലേ ആരിഫ്? ഉവ്വ് അത് വലിയ പാട് തന്നെയായിരുന്നു. നമുക്കൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഡാൻസ് ഒക്കെ കളിക്കേണ്ട സമയമൊക്കെ വരുമ്പോൾ പനിയൊക്കെ പിടിക്കുമായിരുന്നു, ഇങ്ങനെ ഈ ഒരു ബേജാറ് കാരണം. Yeah. Mhm. ഒരു ഒരു Yeah. ഒരു സംശയം, ഇപ്പൊ നമ്മള് കുറ്റവാളികൾ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എടുക്കുന്ന സമയത്ത് Mhm. ആ, നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇപ്പോൾ ശിക്ഷ കൊടുക്കുന്ന പരിപാടിയുണ്ട്, അതുപോലെ പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതിൽ ഒരു ഗിൽറ്റ് വേഴ്സസ് ഷെയിം എന്ന് പറയുന്ന ഒരു വിഷയം, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ് അവിടെ ഇന്റർപ്ലേ ചെയ്യുന്നതെന്നുള്ളത്? നമ്മൾ പ്രിസൺ സിസ്റ്റത്തില് അത് ശരിക്കും പറഞ്ഞ് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ ഇത് താമസിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രിസൺസ് ഇല്ല എന്ന് തന്നെ പറയാം. ഉം. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ആണ്. ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ഉം. ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് പണിഷ്മെന്റ് നിങ്ങളെ അങ്ങനെ, കാരണം ഇത് ഇയാളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ, ഇയാളെ പണിഷ് ചെയ്യണമെന്നുള്ളതിനേക്കാളും. സോ അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് കൊണ്ടുവരുമ്പോൾ ആ. ആൾക്കാർ ഇന്റേണലി ചേഞ്ച് ആവും. ആ. അല്ലാണ്ട് നമ്മളിപ്പോ ഇങ്ങനെ പറയാം ഇത് ഇയാൾക്ക് വധശിക്ഷ, ഇത് അങ്ങനത്തെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിഡീവിയൽ ആയിട്ടുള്ളൊരു എന്താ പറയാ ഗോത്രീയ ചിന്തഗതിയാണത്. പകരം വിട്ടലായാലും ആൻഡ് ശിക്ഷിക്കലായാലും. ഓക്കെ, യാ അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെ റീഹാബിലിറ്റേറ്റീവ് മോഡിലേക്ക് പോയപ്പോൾ അവിടെ ഈവൻ പ്രിസൺസിന്റെ നമ്പർ വരെ കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. യാ ഓക്കെ, യാ ഈ ക്രൈം റേറ്റ്സും വളരെ കുറവാണ്. ഓക്കെ, ഈ ഗിൽറ്റ് വേഴ്സസ് ഷെയിം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഐ തിങ്ക് ഇസ്ലാമിനെ വെച്ചിട്ടാണോ പറയുന്നത് ഗിൽറ്റ് വേഴ്സസ് പൊതുവെ, ഷെയിം? അതോ പൊതുവെ Yeah. ഇപ്പൊ ഒരു എക്സാമ്പിൾ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ കട്ടവന്റെ കൈ വെട്ടുക എന്ന് നമ്മൾ പറയും, ഒരു നിയമം. ഓക്കെ, അത് ശിക്ഷ മാത്രമല്ല. ഓക്കെ, ആ ശിക്ഷയ്ക്ക് അപ്പുറം ഒരു കൈയില്ലാതെ നടക്കുന്ന ആളെ കണ്ടാൽ അവൻ മരിക്കുന്നില്ലല്ലോ കൈ വെട്ടുമ്പോൾ. അവനെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു കളവ് ചെയ്തവനാണ് എന്ന ഒരു നാണക്കേടും കൂടി അവൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സത്യത്തിൽ ഈ സൈക്കോളജിക്കൽ വ്യൂ പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ ഷെയിം ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് ഒരു എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും ലോങ് ടേം ആയിട്ട് ഒരിക്കലും എഫക്റ്റീവ് അല്ല. കാരണം ഈ മറ്റേ ഇസ്ലാമിലുള്ള ഒരുപാട് കോഡ് ഓഫ് ലോ ഒക്കെ ഹമ്മൂറാബി അതുപോലെ ഏൻഷ്യന്റ് ആയിട്ടുള്ള സാധനത്തിൽ അഡോപ്റ്റ് ചെയ്ത സാധനങ്ങളല്ലേ. സോ അത് ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാരെ അങ്ങോട്ട് ഷെയിം ചെയ്യാന്നുള്ളത് നമുക്ക് ഉള്ളിൽ നിന്ന് ഇൻറ്റ്യൂറ്റീവ് ആയിട്ട് തോന്നുന്നതാണ്. ഇയാളെങ്ങനെ കുറ്റപ്പെടുത്തി ഷെയിം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ട് നന്നായി പോകുന്നുള്ളത്. ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് ഇൻ എനി വേ എഫക്റ്റീവ്. കാരണം പ്രത്യേകിച്ച് ലൈക്ക് ഈ ഓരോ ക്രൈം ചെയ്യുമ്പോൾ ഇതിന്റെ അണ്ടർപിന്നിങ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സിറ്റുവേഷൻ ഉണ്ടല്ലോ. ലൈക്ക് എന്തിന് സ്റ്റീൽ ചെയ്യുന്നു, ക്ലിപ്റ്റോമേനിയ ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു. സോ ഐ ഡോണ്ട് തിങ്ക് സോ നമ്മുടെ പഠിച്ചോന്നുള്ള ഒരു ഗോഡ് വന്നിട്ട് ഇങ്ങനെ ഒരു ഇത്രയും ഷിറ്റി ആയിട്ടുള്ള ഒരു റൂൾസ് ഉണ്ടാക്കി വെക്കുന്നുള്ളത്. ഐ ഫീൽ ലൈക്ക് ഇപ്പത്തെ 5ാം ക്ലാസ് പിള്ളേരോട് ചോദിച്ചപ്പോൾ തന്നെ ഒരു ഡിബേറ്റിന് ഈ വിഷയം ഇട്ട് കൊടുത്താൽ തന്നെ അവരത് 2 മിനിറ്റ് കൊണ്ട് ഡീബങ്ക് ചെയ്യും ഈ ഒരു ഗിൽറ്റ് വേഴ്സസ് ഷെയിം സ്റ്റഫ്. ഓക്കെ, അപ്പൊ മതങ്ങൾ ഞാൻ പറയാൻ കാരണം മതങ്ങൾ പൊതുവെ വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ ഗിൽറ്റും ഷെയിമും വെച്ചുകൊണ്ട് ആളുകളെ ആ രീതിയിൽ ക്രൈം തടയാനാണ് നോക്കാറുള്ളത്. പക്ഷെ അത് ലെസ് ഇഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് ആധുനിക ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. സോ അവിടെയും ദൈവത്തിന് വൃത്തിക്ക് ആ കാര്യം ചെയ്യാൻ അറിയില്ല എന്നും കൂടി അവിടെ വരികയാണ്. ഓക്കെ, ഇനി എന്താണ് വേറെ എന്തെങ്കിലും അറിയോ? ലൈക്ക് ഈ മറ്റേ എഫക്റ്റീവ് ആയിട്ട് റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുപരി എന്തെങ്കിലും കോഡ് നന്നായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പ്രത്യേകിച്ച് ഇസ്ലാമിൽ. ഓക്കെ, ശരി. ഇനി ഇതില് അടുത്ത ഘട്ടം എങ്ങനെയാണ്? ഇനി ലൈഫ് മൂവിങ് ഫോർവേഡ് എങ്ങനെയാണ് മുന്നോട്ട് പോകാനുള്ള ആലോചനകൾ? ഫാമിലിനെ ഒരിക്കലും അറിയിക്കണം എന്ന് ആഗ്രഹമില്ല, കാരണം അത് അവർക്കൊരു വലിയ വിഷമം ഉണ്ടാക്കും. അപ്പൊ നമ്മള് ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, അവരറിയാത്ത രീതിയിൽ. ഐ വിഷ് എനിക്ക് കുറച്ച് കറേജ് ഉണ്ടായിട്ട് അവർ എന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അത് പറയുമായിരിക്കും. കാരണം എനിക്ക് എന്റെ ലൈഫ് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ. പക്ഷെ അവരെ അറിയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഡബിൾ ലൈഫ് ലീഡ് ചെയ്യും. ഒരുപാട് മുസ്ലിംസിന്റെ സിറ്റുവേഷൻ ഇതാണ്, ഇങ്ങനെ ഡബിൾ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരും അങ്ങനെ ആയിരിക്കും, അവരുടെ പാരന്റ്സിന് അറിയാതെ ഈ ഡബിൾ ലൈഫ്. അത് ഇന്ത്യൻ മുസ്ലിം കോമൺ ആണ്. ക്ലോസ്ഡ് ആയിട്ട് ജീവിക്കാം. എന്റെ ഒരു ക്യൂരിയോസിറ്റി ആണ്, ഇയാളെ പോലെ വേറെ എത്ര ആൾക്കാരുണ്ടാവും കുടുംബത്തില്? എന്തെങ്കിലും ഐഡിയ? എന്റെ കുടുംബത്തില് ചിലപ്പോ എന്റെ അനിയത്തി ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ
യാ വേറെ ആരും ഉണ്ടാവാൻ വഴിയില്ല. ഓക്കെ. ക്ലോസ് റിലേറ്റീവ് ലൈക്ക് കസിൻസ് ഓർ അങ്ങനെ? യാ കസിൻസിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് കുറച്ച് ഒരാള് അയാളുടെ ഫാമിലി മുഴുവനായിട്ട് ഫാദറും മദറും ഉം. ഡോട്ടറും എല്ലാരും കൂടെ എക്സ് മുസ്ലിം ആയി ഓക്കെ. ഒരു ദിവസം. കാരണം എല്ലാരും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവര് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഫാമിലി അവരെല്ലാരും മതം വിട്ടു. അതിൽ എനിക്ക് വല്ല ചോര പങ്കുണ്ടോ? ആരിഫ് ഖാന്റെ വീഡിയോ, ആരിഫ് ഖാനെ ഞാൻ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്ന ഒരാളായിട്ട് കാണുന്നത്. ഓക്കെ. ഒരു ധൈര്യമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്ന ഒരു ആളെ പോലെയാണ് കാണുന്നത്. ഓക്കെ. പക്ഷെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയാൻ കുറച്ച് ധൈര്യം വേണം. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. കാരണം സുഖിപ്പിച്ച എല്ലാവരും സംസാരിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റും. ഒഫൻഡ് ചെയ്യാതെ സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ ഒഫൻഡ് ചെയ്താലും വേണ്ടില്ല, പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ധൈര്യം വേണം. അത് ഞാൻ ആരിഫ് ഖാൻ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് തിരിച്ചു വരാണ്. ഇങ്ങനെ മുസ്ലിംസ് ആയതുകൊണ്ട് സുഖിപ്പിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആവശ്യമില്ല. എന്തിന് ഹിന്ദുസിനെ പറ്റിയും ക്രിസ്ത്യൻസിനെ പറ്റിയും നമുക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മുസ്ലിംസിനെ പറ്റി പറയാം. അവര് ആൾക്കാർ പൊതുവെ പറയുന്ന ഒരു ആർഗ്യുമെന്റ് 3 ബില്യൺ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മതത്തെ നിങ്ങൾ എങ്ങനെ കുറ്റം പറയുന്നു? എന്ത് കുറ്റം പറഞ്ഞാല് സോ വാട്ട്? ഓക്കെ, അത് കൊള്ളാം. ഇപ്പൊ ഇങ്ങനെ വരുന്നു. ഇപ്പോ ഇതുപോലെ ഒരു ഇങ്ങനെ ക്ലോസറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ടും ഇത് അറിയിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്, അത് അറിയിച്ചാലുള്ള പ്രശ്നം ഉണ്ടെന്നൊക്കെ അറിയുമെങ്കിലും എന്താണ് ഇത് ശബ്ദം കൊടുത്തിട്ടാണെങ്കിൽ പോലും ഐഡന്റിഫൈ ചെയ്യാനുള്ള അവസരം ഇല്ലെങ്കിൽ പോലും ഇത് പറയണമെന്നൊരു നിർബന്ധം അത് എടുക്കാനുള്ള കാരണം എന്താ? ആ ഒരു ധൈര്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ചേതോവികാരം? അതെന്ന് വെച്ചാ ഞാന് എന്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പാരന്റ്സ് പെണ്ണുങ്ങൾ അടുക്കളയിൽ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അവരെ എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്ത് ഞാൻ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെയാണ് അവർക്ക് കുറച്ച് ധൈര്യമൊക്കെ വരുന്നത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഞാൻ വീട്ടിൽ ഒരുപാട് റെബൽ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്ന ഫ്രീഡങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചെടുത്തത്. അതുപോലെ തന്നെ ഒരുപാട് ഗേൾസ് ഇത് കേൾക്കുന്നുണ്ടാവും. വീട്ടിൽ ഒന്നും പറയാൻ ധൈര്യമില്ലാത്ത കുട്ടികളുണ്ടാവും. പ്രത്യേകിച്ച് നമുക്കറിയാലോ, ലൈക്ക് ഒരു ട്രിപ്പിന് പോകുന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ട്രിപ്പിന് പോകുന്നത് തന്നെ മുസ്ലിം പാരന്റ്സ് തീരെ സമ്മതിക്കില്ല. അപ്പൊ അത്രയും പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ചിടും. മലപ്പുറത്ത് അറിയുന്ന ഒരു 18 ആകുമ്പോൾ തന്നെ എൻഗേജ്മെന്റ് കഴിപ്പിക്കും. 18 വയസ്സാകുമ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അത്രയും ഒരു അങ്ങനത്തെ കുറെ പെൺകുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടാവും. സോ അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പാരന്റ്സ് നിർബന്ധിച്ചാൽ നിങ്ങൾ കല്യാണം കഴിക്കരുത്. നിങ്ങൾ ഒന്ന് ഹോൾഡ് ഔട്ട് ചെയ്യാം. എങ്ങനെയെങ്കിലും റെബൽ ചെയ്ത് ഒന്ന് ഹോൾഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നിങ്ങൾ പുറത്ത് പഠിക്കാൻ പോവേ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു എസ്കേപ്പ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ സെൽഫായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ തെറാപ്പി ചെയ്യുക. അല്ലെങ്കിൽ യുനോ എന്തുകൊണ്ട് എനിക്ക് ബിലീഫ് സിസ്റ്റം അതെങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചെടുത്ത പാറ്റേൺസ് എങ്ങനെ മാറ്റം വരുത്താം, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ വളർന്നു വന്നൊരു സിറ്റുവേഷൻ തന്നെ എക്സ്ട്രീംലി ട്രോമാറ്റിക് ആയിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എസ്കേപ്പ് ചെയ്ത് ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലൈക്ക് ഒരു ഷിയർ വിൽ പവർ. അപ്പൊ എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. അത് ഇത് കേൾക്കുന്ന യങ് ഗേൾസിലേക്ക് 16ഉം 15ഉം വയസ്സിലെ പെൺകുട്ടികളോട് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിലാണ്. ദാറ്റ് വാസ് മൈ മോട്ടിവേഷൻ ഫോർ കമ്മിങ് ഹിയർ. അതൊരു ബിഗ് മെസ്സേജ് ആണ്. ആൻഡ് താങ്ക്സ് ഫോർ ഔട്ടിങ് ദാറ്റ്. കാരണം ഇത് താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്. അല്ല, ഇത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇതൊരു സ്ത്രീകൾക്ക് വേണ്ടി തന്നെ അങ്ങനെ തന്നെ പറഞ്ഞ് ചെയ്യുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ചാനൽ കാണുന്ന ആളുകൾ അവരുടെ ഒരു നമ്പർ എടുത്താൽ പോലും പെർസെൻറ്റേജ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ വളരെ കുറവാണ് കാണുന്നത്. ഒരു ലെസ് ദാൻ 20% ആണ് സ്ത്രീകൾ കാണുന്നത്. മെജോറിറ്റി ആണുങ്ങൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യേണ്ടത് സ്ത്രീകളാണ്. കാരണം ഈ മതത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ മതം വിടുമ്പോൾ എനിക്ക് നഷ്ടങ്ങളേ ഉള്ളൂ, എനിക്ക് നേട്ടമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞ മതത്തിനകത്ത് നിന്ന് എനിക്ക് 4 കെട്ടാം, ഇഷ്ടമുള്ളത്ര അടിമ സ്ത്രീകളെ വെക്കാം, പിന്നെ സ്വത്ത് എനിക്ക് കൂടുതൽ കിട്ടും, പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ എനിക്കുണ്ട്. എന്തും നമുക്ക് കുറെ കാര്യങ്ങളിൽ ഇനി ഭാര്യ അടിക്കണമെങ്കിൽ അടിക്കാം, ഇനി 2 അടി കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാ അവൾ അടിച്ചതെന്ന് പോലും ചോദിക്കരുത് എന്നുള്ള നിയമം വരെ ഇസ്ലാമിൽ വെക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അപ്പർ ഹാൻഡ് ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും ഉള്ളതാണ്. അപ്പൊ നമ്മൾ മതം വിടുമ്പോൾ ഇതെല്ലാം നമുക്ക് ലൂസ് ചെയ്യുക ചെയ്യുന്നത്, നമ്മൾ ശരിക്കും പവർലെസ് ആയി മാറുക ചെയ്യുന്നത്. അതേസമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മതം വിട്ട് കഴിയുമ്പോഴാണ് ഈ പവർ ഗെയിൻ ചെയ്യുന്നത് പല കാര്യങ്ങളിലും. അത് മെജോറിറ്റി കാര്യങ്ങളിലും ഈവൻ ഇക്വാലിറ്റി പോലും വരുന്നതാണ് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ മതത്തിനകത്ത് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ബുദ്ധി എന്ന് പറയുന്നത് പുരുഷൻ്റെതിന് പകുതി എന്നാണ് മതം പഠിപ്പിക്കുന്നത്.
അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ഇത് തിരിച്ചറിഞ്ഞ് ഏറ്റവും ആദ്യം ഇതിൽ ശബ്ദമുയർത്തി പുറത്ത് വരേണ്ട ആളുകൾ അത് സ്ത്രീകളാണ്. പക്ഷെ അവര് ഇതിനകത്ത് ലീസ്റ്റ് ബോധേഡ് ആണെന്ന് വരുന്നിടത്ത്, എന്നിട്ട് ഇതിൽ സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ഞങ്ങൾ വേട്ടയാടപ്പെടുന്നു അല്ലെങ്കിൽ മതത്തിന്റെ ഇരകൾ എന്നുള്ള രീതിയിൽ സ്വയം പറഞ്ഞ് നിലവിളിക്കുന്നതിൽ അർത്ഥമില്ല. ഇത് സ്ത്രീകൾ സ്വയം തിരിച്ചറിയണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ കാര്യത്തിൽ പറയാനുള്ളത്? ഇത് ശരിക്കും പറഞ്ഞ ഇസ്ലാമിക് ഫെമിനിസം ഒരു 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 2-3 സെന്റൻസിൽ വളരെ വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്തു ആരിഫ് ഇപ്പോ. കാരണം ഞാൻ മുസ്ലിം ആയിരിക്കുന്ന സമയത്ത് ഞാൻ വളരെ വലിയൊരു ഇസ്ലാമിക് ഫെമിനിസ്റ്റ് ആയിരുന്നു. ഹിജാബ്, അയ്യോ ഹിജാബ് സ്ട്രെങ്ത് ആണ്, ഹിജാബ് അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി ഒന്നും നമ്മൾ ശരിക്കും വായിക്കുന്നില്ല. ഓക്കെ, എന്തുകൊണ്ട് ഹിജാബ് വന്നു എന്നുള്ളതും. പ്രത്യേകിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകൾക്ക് ഡാമേജ് ചെയ്യുന്ന ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളാണ്. മിണ്ടാണ്ടിരുന്നാൽ മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ മറ്റേ ഡാമേജിംഗ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് സൊസൈറ്റിയിൽ പറയുമ്പോൾ ഇതിന് പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികൾ വിചാരിക്കും ഇതാണ് സ്ട്രെങ്ത്, ഇത് ഈ സെറ്റ് സാധനം അടിപൊളിയാണ്. കണ്ടില്ലേ നമ്മൾ ഇസ്ലാം സ്വീകരിക്കാത്ത പെൺകുട്ടികൾ പുറത്തിറങ്ങിയിട്ട് അവരെ അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മള് കണ്ടില്ലേ, നമ്മള് ഭയങ്കര സേഫ് ആണ്, നമ്മള് വീടിന്റെ ഉള്ളിൽ വളരെ സേഫ് ആണ്, അടുക്കളയുടെ ഉള്ളിൽ വളരെ സേഫ് ആണ്. അത് പറയുമ്പോ പ്രത്യേകിച്ച് ഫാത്തിമ തെഹ്ലിയ അതുപോലത്തെ കുറെ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ ഉണ്ടല്ലോ, അവരുടെ മെന്റാലിറ്റി എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ പണ്ടതായിരുന്നു. ഞാൻ ഒരു കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഹിജാബ് നമ്മുടെ പേഴ്സണൽ റൈറ്റ് ആണ്, ഇത് വളരെ എംപവറിംഗ് ആണ് എന്നൊക്കെ പറയുന്നു. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഡാമേജിങ് ആണ്. ലൈക്ക് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത് ഇത്രയും സ്ത്രീകൾക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടി ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരൊറ്റ സെന്റൻസിലൂടെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് പോളറൈസ് ആയിട്ട് ഇത്രയും കാലം ഇവർ ചെയ്ത് വെച്ച വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ സമയം കൊണ്ട് ഡാമേജ് ചെയ്യിക്കാണ്. സോ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വെസ്റ്റിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഇസ്ലാമോഫോബാണ് ഇപ്പൊ ഇവിടെ. ഐ മീൻ ഈ ഇസ്ലാമിന്റെ കുറെ ദുരിതങ്ങൾ അനുഭവിച്ച് ഞാൻ ഇസ്ലാമിനെതിരെ പറയുമ്പോൾ ഞാൻ ഇസ്ലാമോഫോബാണ്. സോ അതുപോലെ ഇപ്പം ഇവിടെ ഇപ്പൊ ഞാന് ഒരു വേൾഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പൊ പഠിക്കുന്നത്, പേര് ഞാൻ പറയുന്നില്ല. സോ ഇവിടെ എന്ന് പറഞ്ഞ ഇവിടെ ശരിക്കും പറഞ്ഞ ഇസ്ലാം പ്രീണയം ഭയങ്കര ഇസ്ലാം പ്രീണനാണ്. നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഇടയ്ക്ക് ഇസ്ലാമിക് കോൺഫറൻസസ് ഉണ്ടാവും, ഇസ്ലാമിന്റെ സയൻസ് ഉണ്ടാവും, ഇസ്ലാമിൽ ഫെമിനിസം എന്നിട്ട് കുറച്ച് ടോക്സ് ഒക്കെ ഉണ്ടാവും. ആൻഡ് ഇതില് പറയുന്നത് ഈ ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഈ മുസ്ലിം സ്ത്രീകൾ ഇവിടെ ബംബിളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ബംബിൾ ടിൻഡർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ സ്റ്റിൽ മുസ്ലിം ആണ്. എനിവേ അവർ കംപ്ലീറ്റ് ഫ്രീഡം അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയണേ ഇത് ഇസ്ലാമാണ്, ഇത് നമ്മുടെ റൈറ്റ് ആണ്, ഇത് ഇസ്ലാമിനെ എടുത്തെന്നാണ്. നോ, ഈ സംഭവം നിങ്ങൾ പോയിട്ട് അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ഇറാനിലോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിലിൽ കൊടുക്കും. പക്ഷെ ഇവിടെ സംഭവം ഇത് ഇസ്ലാമിക് എംപവർമെന്റ് ആണ് ഫോർ സം റീസൺ. ഇതിൽ ശരിക്കും പറഞ്ഞ വിരോധാഭാസം ഇവർ കാണുന്നില്ല. ഒരു ചോദ്യം എനിക്ക് അവിടെ ഉള്ളത്, ഈ ഹിജാബ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഒരു മുസ്ലിം കൾച്ചറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ നോർമലൈസ് ചെയ്യുന്ന എക്സ് മുസ്ലിംസ് അടക്കമുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഈ പറയുന്ന എക്സ് മുസ്ലിംസ് ശരിക്കും പറഞ്ഞ ആരൊക്കെയോ പേടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്നെ അറ്റാക്ക് ചെയ്യോ എന്നുള്ളത്. അതിന് കൃത്യമായിട്ടൊരു ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫിലോസഫിക്കൽ ഡിബേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ് ആണ്. ഇപ്പൊ ഞാൻ ഈ ഹിജാബിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം സ്ത്രീകൾക്കെതിരെ പോകും. പക്ഷെ ഞാൻ ഫെമിനിസ്റ്റ് ആണ്, അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും വേണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഹിജാബ് എന്താ പറയാ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിനെ എതിർക്കും വേണം, അറ്റ് ദ സെയിം ടൈം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും വേണം. അപ്പൊ ഇത് രണ്ടും കൂടി, ഈ രണ്ട് കോഗ്നിറ്റീവ് കാര്യങ്ങളും കംപ്ലീറ്റ് ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ ഇതിനെ ഒന്ന് മേർജ് ചെയ്യിക്കാൻ ആകെ ഒരു വൺ പാത്ത് എന്നുള്ളത് യുവർ ചോയ്സ്, യുവർ ഫ്രീഡം, യുവർ ബോഡി, യുവർ ചോയ്സ് എന്നുള്ള സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള ഇടാം. പക്ഷെ ഇത് ക്ലിയർ ആയിട്ട് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് എനിക്ക് മനസ്സിലാവും. അവർ എന്തുകൊണ്ട് അങ്ങനെ ഹിജാബിന് വേണ്ടി സംസാരിക്കുന്നുള്ളത്. ബിക്കോസ് ഒരു ക്ലിയർ ആയിട്ട് ഒപ്പീനിയൻ ഫോം ചെയ്യാൻ ഭയങ്കര ധൈര്യം വേണം, ഒരുപാട് ചിന്തയും ഒരുപാട് സമയം വേണം അതിന്. സോ ഓൾവേസ് സേഫ് ടു സേ ഇറ്റ്സ് യുവർ ക്ലോത്ത്സ്, ഇറ്റ്സ് യുവർ ചോയ്സ്, ഇറ്റ്സ് യുവർ ബോഡി. അത് വളരെ വേഗമാണെന്നാണ് പറഞ്ഞു വരുന്നത്. വളരെ വേഗമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. അതിന് ഒരു എൻഡും ഇല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. And it's in fact indirectly supporting that kind of an oppressive dress, oppressive clothing. അങ്ങനെ വരും. Yes. അപ്പോൾ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തരാമോ? ഹിജാബ് അത് ഒരു മക്കനെയാണ്, അല്ലെങ്കിൽ വെറും ഒരു തട്ടമല്ലേ, തലയിലിടുന്ന ഒരു വെറും തുണിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഇട്ടോട്ടെ എന്ന് പറയുന്ന എക്സ് മുസ്ലിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശം എന്താണ്? I feel like you have to, ഇപ്പം ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ you just can think like this. Can a man do it? ഇപ്പൊ നിങ്ങളിപ്പം if you want to cover your head, if you want to cover your face, and you can go to a bank
എന്നിട്ട് നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാൻ എ മാൻ ഡു ഇറ്റ്? ഒരു ആണ് വന്നിട്ട് മുഖം കവർ ചെയ്ത് തല കവർ ചെയ്തിട്ട് ഒരു ബാങ്കിൽ പോലെ ദിൽ കോൾ ദ പോലീസ്, റൈറ്റ്? സോ ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ അല്ലേ? സോ ഇൻ ദാറ്റ് സെൻസ്, why can a woman do it that a man can? So it's that I feel like that's discrimination, right? സോ ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് വരുമ്പോ ഇത് പാടില്ല, അപ്പൊ പിന്നെ ഹിജാബ് പാടില്ല, ലൈക്ക് ആണുങ്ങൾ ഹിജാബ് ഇടാൻ പാടില്ല. ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ഇഫ് ഇറ്റ്സ് എ ലോ, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ഫോർ എവരി വൺ. ഓക്കെ. ആൻഡ് ലൈക്ക് ഇത് പൂണൂൽ ഇടുന്ന പോലെയാണ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്സ് എ വെരി റിലീജിയസ് സിമ്പിൾ. ആൻഡ് oppression. I would say like abstain from that. Okay. What is the point of doing that? Okay. Okay. അപ്പൊ അത് And definitely it's not a choice. When you say like ഇത് ചോയ്സ് ആണെന്ന് പറയുമ്പോ, എന്ത് ചോയ്സ്? ലൈക്ക് എവിടെയാണ് ചോയ്സ്? നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും, എന്ന് റിമൂവ് ചെയ്യും. നോ, യു കാൺട്ട്, റൈറ്റ്? That means it's not a choice. So please don't stop saying it's a choice. That's a lie. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇയാളുടെ ആ ഒരു വ്യൂ പോയിന്റ്സ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും മനസ്സിൽ പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയതുണ്ടോ? അല്ല, വേറെ കുറച്ച് സാധനങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാല് ലൈക്ക് വൺ ഓഫ് ദി തിങ്സ്, ഇപ്പം മുസ്ലിം ആണുങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, they will never, whenever they are dating or something, അവര് ശരിക്കും പറഞ്ഞ ഗേള് ഇസ്ലാമിലോട്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇവര് 6 വർഷം ഒരാള് സെയിം ആള് ഡേറ്റ് ചെയ്ത് ഒരു 10 വർഷം അയാളുടെ ആ ഒരു ഗേളിന്റെ സമയം വേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവസാനം പറയും മുസ്ലിം ആണോ. അപ്പൊ ഇത്രയും കാലം ഇയാളുടെ കൂടെ ജീവിച്ച ആളുടെ ലൈഫ് അങ്ങോട്ട് പോയി കിട്ടുകയാണ്. സോ ദാറ്റ് ഇസ്, ഇവിടെ കുറെ ഗേൾസിനോട് സംസാരിക്കുമ്പോൾ when they are dating Muslim men, this is the thing, like അവർ കുറെ കാലം ഡേറ്റ് ചെയ്ത് അവസാനം മുസ്ലിം ആവുകൊണ്ട് പറയും, എന്നിട്ട് അങ്ങോട്ട് ഒഴിവാക്കും. So after the end they will marry their cousin or they will marry a Muslim girl their parents chose. And അത്രയും കാലം ഡേറ്റ് ചെയ്ത് ആൾക്ക് പുല്ലിന്റെ വിലയായിരിക്കും. That is so common among men, Muslim men here. Okay, so അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുകയാണോ ഈ മതം മാറണം എന്ന് പറയുന്ന സംഗതി? നോ, അവർക്ക് ഷഹീദായ കൂലിയും കിട്ടില്ലേ. സോ ഇറ്റ്സ് വിൻ വിൻ. ഓക്കെ, എങ്ങനെ? സോ ഈ ഇപ്പൊ ഒരു യൂറോപ്യൻ ഗേൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ, ഒരാള് മതം മാറ്റി കഴിഞ്ഞാൽ ഷഹീദായ കൂലിയാണല്ലോ. ഓക്കെ. അപ്പൊ അവര് പിന്നെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. മീൻസ് അപ്പൊ അവര് അത് മതം മാറണം എന്ന് പറയുന്നത് ജെനുവിൻലി പറയുന്നതാണെന്നാണോ പറഞ്ഞു വരുന്നത്? മതം മാറുന്നത് ജെനുവിൻലി പറയുന്നതായിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് വെരി ജെനുവിൻ ദാറ്റ് when they're saying like മതം മാറണം എന്നുള്ളത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ഫോർ ഡിച്ചിങ്. I wouldn't know exactly, but I don't think so. Probably they also think like നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാടൻ പെൺകുട്ടികൾ നല്ലതും യൂറോപ്യൻ പെൺകുട്ടികൾ മോശമുള്ള ഒരു ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഐ തിങ്ക് നമ്മുടെ സബ് കോണ്ടിനെന്റിൽ ആണുങ്ങൾക്ക് പൊതുവെ ഉണ്ട്. ഓക്കെ. ഇപ്പോ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് പലപ്പോഴും ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അത് ആ ഒരു കൊണോട്ടേഷൻ വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും പദപ്രയോഗങ്ങൾ അവിടങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. പ്രണയം നടിച്ച് അങ്ങനത്തെ ഒരു പാരലൽ ഇവിടെ ഇല്ല. അങ്ങനത്തെ ഒരു പാരലൽ ഇവിടെ ഇല്ല. ബട്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇതുപോലെ യൂറോപ്യൻ ഗേൾസ് മതം മാറിയിട്ടുണ്ട് ഇവര് മുസ്ലിം മെന്നെ കാരണം അവർക്ക് മതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ, മാറി കഴിക്കാം. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ ഇങ്ങനെ മതം മാറി. പക്ഷെ പിന്നെ കുറെ ആയിട്ടില്ല നമ്മൾ ടിക്ടോക്കിൽ ലൈക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോൾ ദേ വിൽ ബി അഡ്വക്കേറ്റിംഗ് ഫോർ ദിസ്, ഇത് ഭയങ്കര എംപവറിംഗ് ആണ്, ഈ മതം മാറിക്കഴിഞ്ഞാല് ഇറ്റ്സ് സോ നൈസ് എന്നൊക്കെ പറഞ്ഞ്. It's just nothing. They just need a change and they just need viewers. That's it. ഈ പറയുന്ന ഇതുപോലെയുള്ള സ്ത്രീകള് അവര് ആൻഡ്രൂ ടേറ്റ് ഫാൻസ് ആവുന്നത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? I totally pick me behavior നമ്മൾ പറയില്ലേ, like oh pick me, choose me, I'm not like other girls, and that's just awful. അതവിടെ പ്രോമിനന്റ് ആണോ അങ്ങനെ ഒരു കോമൺ ആയിട്ട്? ഇല്ല. ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ, അറ്റ്ലീസ്റ്റ് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. സോ എഡ്യൂക്കേറ്റഡ് ഒപ്പീനിയൻസ് മാത്രമാണ് ഇവിടെ ഉള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ഐ തിങ്ക് എക്സ്ട്രീംലി ലെഫ്റ്റ് ലീനിങ് ആണ്, ലൈക്ക് ഒരു എക്സ്ട്രീം ലെഫ്റ്റ് ലീനിങ് ആണ്. ഇപ്പം ഒരു മിഡിൽ സെൻട്രിസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇല്ല. പണ്ട് നമുക്ക് സെൻട്രിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ചെറുതായിട്ടൊരു കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്ന നമ്മൾ എക്സ്ട്രീം കൺസർവേറ്റീവ്സ് ആയി, ലൈക്ക് ആ ഒരു ഫ്രിഞ്ചിലായി. ഇപ്പം എന്റെ ഫ്രണ്ട്സ് പറയാം ഞാൻ എക്സ്ട്രീം കൺസർവേറ്റീവ് ഫ്രിഞ്ചിലാണെന്ന് പറയാം. പക്ഷെ നോ, ലൈക്ക് എനിക്ക് എക്സ്ട്രീം കൺസർവേറ്റീവ് ഐഡിയോളജി ഇല്ല. പക്ഷെ നമ്മൾ പണ്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സെൻട്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതൊരു യുവർ എക്സ്ട്രീംലി ലെഫ്റ്റ് ഓർ യുവർ എക്സ്ട്രീംലി റൈറ്റ്. ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ലെഫ്റ്റിന്റെ ഒരു ഐഡിയോളജി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അപ്പൊ നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആയി. സോ ഇത് ഒരു എക്സ്ട്രീം ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് ഞാനുള്ളത്. സോ ഐ ആം കൺസിഡർഡ് വെരി റൈറ്റ് ഈവൻ ദോ ഐ എം നോട്ട്.
ഓക്കെ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇതിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ നമ്മൾ റൈറ്റ് അതങ്ങനെ ആവും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ആവുമ്പോൾ നമ്മൾ അതെ സംഗി എന്ന് അതെ അതെ ഒരു ചാപ്പ. പേര്, Yeah, ഒരു സംഗി ചാപ്പയും കൂടി ഇവിടെ കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അതെ അവിടെയും ഒരു ഞാനിവിടുത്തെ സംഖ്യയാണ്. അതെ. Yeah. ഓക്കെ. അപ്പോ ഇനി എന്താണ് ഇതിനകത്ത് വിട്ടുപോയതായിട്ട് തോന്നി ആഡ് ചെയ്യണമെന്ന് മനസ്സിലുള്ളത്? ഇത് നമുക്ക് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കും. ഒരു ഗേൾ എന്നുള്ള ഉം, ഒരു ഒരു ഇതില് ഉം, ശരിക്കും പറഞ്ഞാൽ മതം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബ്രെയിനിൽ നിന്ന് ഒരു വലിയൊരു ട്യൂമർ എടുത്ത് കളഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുക. ഇറ്റ് ഉം, ഫീൽസ് സോ ഗുഡ്, ഉം, യു നോ, ഉം, ലൈക്ക് ജസ്റ്റ് ഫീൽസ് സോ ഗുഡ്. ആൻഡ് യാ, ദാറ്റ്സ് വാട്ട്. അപ്പൊ എനിക്ക് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇഫ് യു ലീവ് ദിസ്, ഉം, നിങ്ങളെ തലേന്ന് വലിയൊരു സാധനം ഒഴിവായ പോലെ തോന്നും. And പിന്നെ ഒരുപാട് സാധനങ്ങളിൽ ക്ലാരിറ്റി കിട്ടും. And then you can just start working on yourself and like enjoying your life, ഉം, enjoy the nature. It's amazing. ഉം. Feels good. ഓക്കെ. സോ ദേ ജസ്റ്റ് നീഡ് ടു സ്റ്റെപ്പ് ഔട്ട്. Yeah. ഓക്കെ. അപ്പോ And the world outside is really nice, you know. yeah, Yeah. ഈ മതം പഠിപ്പിക്കുന്ന പോലെ അത്രയ്ക്ക് വൃത്തികെട്ടതല്ല ലോകം. ഫിത്തന അല്ലല്ല. ഫിത്തന നിറഞ്ഞതല്ല. തിരിച്ചറിഞ്ഞു. അതെ അതെ. ഓക്കെ. പിന്നെ ഈ മതം പഠിപ്പിക്കുന്ന വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഗേൾസിനോട് പറയുന്ന ബോയ്സ്, അവരുടെ മനസ്സിൽ സെക്സ് 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 ഇത് മാത്രമാണ്. കാരണം ആ മറ്റേ ഇയാളുടെ പ്രസംഗമൊക്കെ അല്ലായിരുന്നോ, ആണുങ്ങളുടെ മനസ്സിൽ ഇതാണ്. അപ്പൊ നമ്മൾ ഈ ആണുങ്ങളെ കാണുന്നത്, ഇപ്പൊ ഞാനൊരു മുസ്ലിം ആയിട്ടുള്ള, അതെ അതെ, ഞാൻ മുസ്ലിം ആയ സമയത്ത് ആണുങ്ങളെ കാണുന്നത് ഈ കാമം നിറഞ്ഞിട്ടുള്ള ഭ്രാന്തന്മാര്, നമ്മളെ റേപ്പ് ചെയ്യാനിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും നമ്മൾ അങ്ങനെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇവരോടുള്ള പെരുമാറ്റം, നമ്മളിങ്ങനെ തലയൊക്കെ താഴ്ത്തി ഇവരൊക്കെ ഒഴിവാക്കി ഒരു ഉള്ളിൽ നിന്ന് ഒരു ഹേറ്റഡും കാര്യങ്ങളൊക്കെയാണ്. ഉം, പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓപ്പണായി ചിന്തിക്കാൻ തുടങ്ങി, ഏയ് ഇവർ ഹ്യൂമൻ ബീങ്സ് ആണ്. ലൈക്ക് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നൊരു ഡിസ്റ്റിങ്ഷൻ അവിടെ വിട്ടിട്ട്, ദീസ് ആർ പീപ്പിൾ ദറ്റ് യു ക്യാൻ ഇന്ററാക്ട് വിത്ത്, യുനോ. ഉം, ലൈക്ക് എല്ലാവരുടെ മനസ്സിലും ഈ സാധനങ്ങൾ, നിങ്ങൾ ഈ പറയുന്ന ആളുടെ മനസ്സിലായിരിക്കും ഈ സാധനം ഉണ്ടാവുക, ഉം, യുനോ. ജസ്റ്റ് ബിക്കോസ് യു ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ് ഡസന്റ് മീൻ ലൈക്ക് ബാക്കിയുള്ള ആണുങ്ങളൊക്കെ ഇങ്ങനെയാണുള്ളത്. ഉം, സോ എനിക്ക് ആണുങ്ങളായിട്ടുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, ഉം, ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കാൻ കഴിഞ്ഞത് തന്നെ ഈ റിലീജിയൻ വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ്. ഉം, ഉം. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഇവരെ ഇങ്ങനെ ഒരു പുച്ഛായിരുന്നു, അല്ലെങ്കിൽ ഒരു പേടി, ഉം, പിന്നെ ഒരു അവജ്ഞ, അങ്ങനത്തെ കുറെ സാധനങ്ങളായിരുന്നു ആണുങ്ങളോട്. ആണുങ്ങൾ എന്നുള്ള ഒരു ആൾക്കാരെ ഒരു ഗ്രൂപ്പിൽ അങ്ങോട്ട് മാറ്റിയിട്ട്, ഉം. യാ, ഒരു തരം ഹേറ്റഡ് ഉണ്ടായിരുന്നു. ഉം, ഉം. അതിപ്പോ ഇല്ല. ആ, ഇല്ല, അതിപ്പോ ഇല്ല. അപ്പൊ നമുക്ക് they're just human beings and ഉം. we can talk. ഓക്കെ. That's it. ഓക്കെ. Yeah, സോ എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ yeah, so that's what I പറഞ്ഞിട്ടുണ്ട്. feel. കുറെ കാര്യങ്ങൾ ആളുകൾക്ക് അവരുടെ ആ ഒരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വരേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നു ഇനി Mhm. ഇവിടുന്ന് അങ്ങോട്ട് ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില ടോപ്പിക്സ് എടുത്തു വെച്ച് നമുക്കത് ഇൻ ഡെപ്ത് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സോ അതെ, ഇതൊരു നല്ലൊരു ഇൻട്രോ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും hopefully. yeah, Yeah. Mhm. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ നമ്മളിവിടെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് മറ്റൊരു ദിവസം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇൻ ഡെപ്ത് ഇരിക്കുന്നതല്ലേ നല്ലത്? അതെ that is very good, but I also want to like say something. ഒരു ഇൻവോക്ക് ചെയ്യാനുള്ള, എനിക്ക് ഇവിടുത്തെ കാണുന്ന യങ് ഗേൾസ്, ആരിഫ്ക്ക് പറഞ്ഞു ലെസ് ദാൻ 20% ആണ്, ബട്ട് ഇഫ് ഐ എം ടോക്കിംഗ് ഫോർ ദോസ് 20% ഓഫ് ദ വുമൺ, നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു സേ വൺ തിങ്. നിങ്ങൾ ഈ ഒരു സംഭവം മാത്രം എടുത്തിട്ടൊന്ന് ആലോചിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ, ഓക്കെ, ഈ ഗേൾസ് കാണുന്ന നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടമുള്ള ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ഖബറടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ സന്ദർശിക്കാൻ പറ്റില്ല. സോ നമ്മൾ ഒരാളെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എന്നുള്ള, ഒരാൾ അണ്ടർഗ്രൗണ്ട് ആയിട്ട് അയാളെ കുഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ അയാളുടെ അടുത്ത് പോയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വി ഫീൽ ഗുഡ്, വി ഫീൽ ലൈക്ക് വി ആർ ടോക്കിംഗ് ടു ദം ഈവൻ ദോ ദേ ആർ ഡെഡ്, റൈറ്റ്? ഇപ്പൊ നമ്മളെ വീട്ടിലെ പെറ്റ് മരിച്ചപ്പം നമ്മൾ കുഴിച്ചിട്ടിട്ട് നമ്മൾ ഇടയ്ക്ക് അവിടെ പോയി അവിടെ ഇരിക്കും. ഇറ്റ് ഫീൽസ് ലൈക്ക് ദ പെറ്റ് ഇസ് ദെയർ. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഒരു ഫ്രീഡം പോലും ഈ മുസ്ലിം വുമണിന് ഇല്ല. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഖബറിൽ നിന്ന് സംസാരിക്കാം. അതിന്റെ റാഷണൽ എന്താന്ന് വെച്ചാൽ, ഗേൾസ് വളരെ ഇമോഷണൽ ആണ്, അവർ കരഞ്ഞു മെഴുകും, നെഞ്ചത്തടിച്ച് കരയും എന്നൊക്കെയാണ് പറയാ. ശരിക്കും പറഞ്ഞാൽ ഗേൾസിന്റെ അത്ര ഇമോഷണൽ മെച്യൂരിറ്റി ഞാൻ മിക്ക ബോയ്സിനും കണ്ടിട്ടില്ല. കാരണം വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരാണ് പൊതുവെ ഗേൾസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റീസൺ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഇമോഷണലി സ്റ്റേബിൾ. അത് എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ ഫാദർ ആണോ? എന്നിട്ട് നിങ്ങൾക്ക് ഖബറിൽ പോകാൻ പറ്റില്ല. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ ഈ ഒരു ഖബർ സന്ദർശനം എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ലൈക്ക് ഈ ഒരു ഇതിനെ കുറിച്ച് ആലോചിച്ചാൽ എത്ര റിഡിക്കുലസ് ആണ് ഈ റിലീജിയൻ എന്നുള്ളത്. അത് ആ ഒരു പോയിന്റെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്ന് ലീവ് ചെയ്യാം. ഐ ഏർജ് യു ഫോർ ദാറ്റ്. ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിവേ, ഹാവ് എ ഗ്രേറ്റ് ലൈഫ് അഹെഡ്. അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ തുടരുക. കരിയർ വൈസ് അതിൽ വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലെ പുറത്ത് വന്ന് മുഖമൊക്കെ കാണിച്ച് പറയാൻ കഴിയുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ അറിയിച്ചാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ അപ്പ് വേർഷൻ നമുക്ക് ഇതിനകത്തേക്ക്
കൊണ്ടുവരാം. അത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറയാലോ, പണ്ട് ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞ ആളാണ്, ഇന്ന് എനിക്കിങ്ങനെ വന്ന് പറയാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്വപ്നം. അത് നമ്മൾ ഇന്ന് പറയുന്നു, അന്ന് അത് നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും. സോ സമയത്ത് ആരിഫ് വലിയുള്ള ആളുണ്ടാവും. ലൈക്ക് യു ആർ നോട്ട് ഈവൻ ദേർ, യു ആർ നോട്ട് ഈവൻ ഗോയിങ് ടു ഡു പോഡ്കാസ്റ്റ് ഓർ സംതിങ്, യു ആർ ഗോയിങ് ടു ബി ലൈക്ക് ദി ചീഫ് മിനിസ്റ്റർ ഓർ സംതിങ്, ആൻഡ് ഐ വിൽ ബി സോ ഗ്ലാഡ് ദാറ്റ് യു ആർ ദേർ, ബിക്കോസ് I was also behind it. I feel so incredibly happy. I see so much potential in you too. ശരി, എന്നാലും കുഴപ്പമില്ല. ഇനി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചീഫ് മിനിസ്റ്റർ ആണോ ഇനി പ്രൈം മിനിസ്റ്റർ ആയാലും അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി നമുക്കിത് ചെയ്യാലോ. സോ ഇത് തുടരണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിർച്വൽ ഹഗ്സ്. യെസ്, താങ്ക് യു, ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.